89.6 FM Sargakshetra. സർഗക്ഷേത്ര 89.6 FM-ൽ ഇമ്മിണി ബല്യൊരാളാണ്. സ്വാഗതം, സുസ്വാഗതം. അന്നയാണ് കൂടെയുള്ളത്. അപ്പോൾ നമ്മൾ ഇമ്മിണി ബല്യൊരാളിൽ നിന്ന് വരുന്ന സമയത്ത് നമ്മുടെ ഇന്ത്യക്ക് തന്നെ അഭിമാനമായ, എസ്പെഷ്യലി നമ്മുടെ കേരളത്തിന് അഭിമാനമായിട്ടുള്ള ഒരു താരത്തെ തന്നെയാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. ആരാണ്, എന്താണ് എന്നുള്ളതൊക്കെ ഞാൻ പറയാം. പക്ഷെ അതിനു മുൻപ് ഈ ജാനുവരി 5 മുതൽ 12 വരെ ഗുജറാത്തിലെ ഭാവ്നഗറിൽ ഒരു കിഡിലൻ, അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ തന്നെ ബിഗ്ഗസ്റ്റ് ബാസ്കറ്റ് ബോൾ ടൂർണമെന്റ് നടന്ന് കഴിഞ്ഞിരിക്കുകയാണ്. അതിൽ പുരുഷ വിഭാഗത്തിൽ ജേതാക്കളായത് നമ്മുടെ സ്വന്തം തമിഴ്നാട് ടീമാണ് കേട്ടോ. ഈ തമിഴ്നാട് ടീമിന്റെ കോച്ചിനെ നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ? കാരണം അദ്ദേഹം ഒരു മലയാളിയാണ്. നമുക്ക് ഏറ്റവും സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യാം CV സണ്ണി. സണ്ണി സാർ, നമസ്കാരം. നമസ്കാരം സാർ, ഒരു വലിയ കൺഗ്രാറ്റുലേഷൻസ് ആദ്യം തന്നെ പറയാണ്. താങ്ക് യു സോ മച്ച്. ഓക്കെ സാർ, ഓക്കെ. നമുക്കറിയാം സണ്ണി സാറിനെ കൂടുതലായിട്ട് പരിചയപ്പെടുത്തുകയാണെങ്കിൽ അദ്ദേഹം മുൻ ഇന്ത്യൻ ബാസ്കറ്റ്ബോൾ താരമാണ്, അതുപോലെ തന്നെ മുൻ ഇന്ത്യൻ കോച്ച് കൂടിയാണ് ബാസ്കറ്റ്ബോളിന്റെ കാര്യത്തിൽ. അതുപോലെ നമുക്കറിയാം ഇപ്പോഴത്തെ കാര്യം ഏറ്റവും റീസെന്റ് ആയിട്ട് പറയുമ്പോൾ കുറച്ച് മുൻപേ ഞാൻ പറഞ്ഞതുപോലെ തന്നെ 74ാമത് നാഷണൽ ബാസ്കറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പ് പുരുഷ വിഭാഗത്തിൽ നമ്മുടെ തമിഴ്നാട് ടീമിനായിരുന്നു ലഭിച്ചത്. തമിഴ്നാട് ടീമിന്റെ കോച്ചായിരുന്നു നമ്മുടെ സ്വന്തം സണ്ണി സാർ. സാർ, ആദ്യം തന്നെ സാറിന്റെ ഒരു മൊമെന്റ്, അല്ലെങ്കിൽ ആ ഒരു ഹാപ്പിനെസ് മൊമെന്റ് ഷെയർ ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. എന്തായിരുന്നു ആ ഒരു വിന്നിംഗ് മൊമെന്റിൽ പറയാനുള്ളത് സാറിന്? പഞ്ചാബുമായിട്ടുള്ള മാച്ച് ഓഫ് കോഴ്സ് ഭയങ്കര എല്ലാവരും ഒത്തിരിയും എക്സ്പെക്ട് ചെയ്തു. ഭയങ്കര ടഫ് മാച്ച് ആയിരിക്കും എന്നാണ് എക്സ്പെക്ട് ചെയ്തത്. പക്ഷേ തമിഴ്നാട് ബോയ്സ് എല്ലാ ഇതും മാറ്റി വളരെ നന്നായിട്ടാണ് കളിച്ചത്. വളരെ ഈസി ആയിട്ടാണ് ഫൈനൽസ് ജയിച്ചത്. ഞാനിത് 6ാമത്തെ ടൈമാണ് കണ്ടിന്യൂസ് ആയിട്ട് തമിഴ്നാട് സ്റ്റേറ്റ് ടീം കോച്ച് ചെയ്യുന്നത്. ഇതിൽ 4 പ്രാവശ്യം വിൻ ചെയ്തു. 2 പ്രാവശ്യം ഫൈനലിൽ, അതും പഞ്ചാബിനോട് തന്നെയാണ് തോറ്റത്. 2 പ്രാവശ്യം തോറ്റു, 4 പ്രാവശ്യം വിൻ ചെയ്തു. അപ്പം ഇത്രയും കാലത്തെ എന്റെ എക്സ്പീരിയൻസിൽ ഞാൻ ഒരു നാഷണൽസ് ഇത്രയും റിലാക്സ്ഡ് ആയിട്ടും ഈസി ആയിട്ടും ഇരുന്നിട്ടുള്ള ഒരു ഫൈനൽസും ഒരു കംപ്ലീറ്റ് ഒരു നാഷണൽ ചാമ്പ്യൻഷിപ്പും ഈ ഭാവ്നഗറിൽ നടന്ന നാഷണൽ ചാമ്പ്യൻഷിപ്പ് തന്നെയാണ്. ബാക്കിയുള്ള എല്ലാത്തിലും മാച്ചസ് എവിടെയെങ്കിലും ടഫ് ആവും. ഇത് റൈറ്റ് ഫ്രം ദി ഡേ 1 എല്ലാ മാച്ചസും വളരെ വൺ സൈഡ് ആയിട്ടാണ്, ഈസി ആയിട്ടാണ് തമിഴ്നാട് ടീം ജയിച്ചത്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നല്ല ടീമാണ്. മോർ ദാൻ എല്ലാം തമിഴ്നാടിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ടീമിനുള്ള ഒരു യൂണിറ്റി ഉണ്ട്. ദാറ്റ് ഐ കനോട്ട് ഫൈൻഡ് എനിവെയർ. അത് അത്രയും പ്ലേയേഴ്സ് എല്ലാവരും ഈക്വലി ദേ വിൽ ടേക്ക് ദ റെസ്പോൺസിബിലിറ്റി. വളരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര അഡ്ജസ്റ്റബിൾ ആണ്. എല്ലാ കാര്യത്തിലും ഡിസിപ്ലിൻഡ് ആണ്. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ തമിഴ്നാടിനുണ്ട്. ദാറ്റ് ഈസ് വൺ ഓഫ് ദ മെയിൻ റീസൺ ഈ വിജയത്തിന്. ഉറപ്പായിട്ടും. ഇപ്പൊ എന്തായാലും വലിയൊരു മൊമെന്റ് തന്നെയാണ് സാറിനെ സംബന്ധിച്ചിടത്തോളം, അതുപോലെ തമിഴ്നാട് ടീമിനെ സംബന്ധിച്ചിടത്തോളം, അല്ലേ? ഓക്കെ. അപ്പൊ എന്തായാലും വീണ്ടും സാറിന് ഒരു കിഡിലൻ കൺഗ്രാറ്റുലേഷൻസ് പറഞ്ഞുകൊണ്ട് തന്നെ നമ്മളൊരു ബ്യൂട്ടിഫുൾ സോങ്ങിലേക്ക് പോവാണ്. പാട്ടുകൾക്ക് ശേഷം നമ്മൾ സണ്ണി സാറിനെ പറ്റി കൂടുതൽ കാര്യങ്ങൾ അറിയും. സോ കേട്ടോടെയിരിക്കൂ. ഇമ്മിണി ബല്യൊരാൾ ഓൺ സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം അന്നയാണ് കൂടെയുള്ളത്. 89.6 FM Sargakshetra. വെൽക്കം ബാക്ക് ടു ഇമ്മിണി ബല്യൊരാൾ ഓൺ സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം അന്നയാണ് കൂടെയുള്ളത്. ഇന്ന് ഇമ്മിണി ബല്യൊരാളിൽ നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു ഇന്ത്യൻ താരം തന്നെയാണുള്ളത്. കേരളത്തിന്റെ സ്വന്തം CV സണ്ണി. അദ്ദേഹം മുൻ ഇന്ത്യൻ ബാസ്കറ്റ്ബോൾ താരമാണ്, മുൻ ഇന്ത്യൻ ബാസ്കറ്റ്ബോൾ കോച്ചാണ്. ഏറ്റവും അടുത്ത് തന്നെ നമുക്ക് പറയാനുള്ളത് 74ാമത് നാഷണൽ ബാസ്കറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പ് മെൻ, അല്ലെങ്കിൽ പുരുഷ വിഭാഗം നേടിയ തമിഴ്നാട് ടീമിന്റെ കോച്ചും കൂടിയായിരുന്നു അദ്ദേഹം. സോ സാർ, നമുക്കറിയാം ഈ ഒരു മൊമെന്റിനെ പറ്റി നമ്മൾ സംസാരിച്ചു. എങ്ങനെയായിരുന്നു ആ ഒരു വിജയം നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, അതുപോലെ അതിനുശേഷം നമ്മൾ തമിഴ്നാട് ടീമിനെ പറ്റിയിട്ടൊക്കെ സംസാരിച്ചു. പക്ഷെ ഞാൻ സാറിനെ പറ്റിയിട്ടാണ് കൂടുതലായിട്ട് ഇനി അറിയാൻ താല്പര്യപ്പെടുന്നത്, അല്ലെങ്കിൽ നമ്മൾ എല്ലാവരും താല്പര്യപ്പെടുന്നത്. സാർ, നമുക്ക് ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ നമുക്കറിയാം, കുറച്ച് മുൻപേ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ മുൻ ഇന്ത്യൻ ബാസ്കറ്റ്ബോൾ താരമാണ്. അതുപോലെ എങ്ങനെയാണ് സാർ ഈ ഒരു മേഖലയിലേക്ക്, അല്ലെങ്കിൽ ബാസ്കറ്റ്ബോൾ എന്ന് പറയുന്ന ഒരു അൾട്ടിമേറ്റ് എയിമിലേക്ക് സാർ എത്തിപ്പെട്ടത്? ആരായിരുന്നു സാറിനെ ഇൻസ്പയർ ചെയ്തത്? എന്റെ സ്കൂൾ കരിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ വീട്, ഞാൻ ജനിച്ചതും വളർന്നതും ഒക്കെ പാലായിലാണ്, കോട്ടയം പാലായിലാണ്. അപ്പൊ എന്റെ വീടിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരും സെന്റ് തോമസ് സ്കൂൾ എന്ന് പറഞ്ഞാൽ, സെന്റ് തോമസ് സ്കൂളിൽ ഞങ്ങൾക്ക് ഒരു മഡ് ബാസ്കറ്റ്ബോൾ കോർട്ട് ഉണ്ട്. അപ്പം ഞാൻ അവിടെ എന്റെ സീനിയേഴ്സ് കളിക്കുന്നത് കണ്ടാണ് ആദ്യം ബാസ്കറ്റ്ബോളിലേക്ക് വരുന്നത്. ഞാൻ അപ്പൊ അവർ കളിക്കും,
ഞാൻ അവിടെ ഇരുന്ന് ഞാൻ ഭയങ്കര ചെറിയ കൊച്ചായിരുന്നു, ഒരു 3ാം ക്ലാസ് 4ാം ക്ലാസ് ഒക്കെ ഉള്ളപ്പോഴും ഐ യൂസ് ടു വാച്ച് ദം പ്ലേയിങ്. അവിടെ ഇരുന്ന് ഗെയിം അത് കണ്ടു കഴിഞ്ഞിട്ട് ലാസ്റ്റ് കളിയെല്ലാം കഴിഞ്ഞ് അവരവിടെ ബോൾ വെച്ചിട്ട് അവര് കൈയും കാലും ഒക്കെ കഴുകാൻ പോകുമ്പോൾ ഞാൻ ആ ബോൾ എടുത്ത് ചെറിയ കൊച്ചായതുകൊണ്ട് ഞാൻ എറിഞ്ഞാലും എത്തുകയില്ല, ബട്ടൊക്കെ ഐ യൂസ് ടു ട്രൈ. അങ്ങനെയാണ് ഞാൻ എന്റെ ബാസ്കറ്റ്ബോളിലേക്കുള്ള അവിടെ എനിക്ക് അവിടെ എനിക്കൊരു VC ജോസഫ് സാർ എന്ന് പറഞ്ഞൊരു ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർ ഉണ്ടായിരുന്നു. അപ്പം VC ജോസഫ് സാറാണ് എനിക്ക് ഇതിന്റെ ബാസ്കറ്റ്ബോളിന്റെ ബേസിക്സ് എന്നാന്നുള്ളത് പറഞ്ഞു തന്നത്. VC ജോസഫ് സാർ ആക്ച്വലി ഒരു വലിയ ബാസ്കറ്റ്ബോൾ പ്ലെയർ, ഒരു ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചറാണ്. സാറിന്റെ കൂടുതലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മേഖല എന്ന് പറയുന്നത് അത്ലറ്റിക്സ് ആണ്. പക്ഷെ സാറിന് എല്ലാ ഇവന്റും ഏകദേശം അറിയാം. അപ്പം അതുകൊണ്ട് സാർ എനിക്ക് ബാസ്കറ്റ്ബോള് അതിന്റെ കൂട്ടത്തിൽ ഞാൻ സാറിന്റെ കൂട്ടത്തിൽ അത്ലറ്റിക്സിൽ പോകുമായിരുന്നു. ബാസ്കറ്റ്ബോള്, വോളിബോള്. പാല എന്ന് പറയുമ്പോൾ വോളിബോളിന്റെ മണ്ണാണ്. തീർച്ചയായിട്ടും ഇപ്പൊ പാലയിലുള്ള എല്ലാവർക്കും തന്നെ വോളിബോൾ കളിക്കാനും കുറച്ച് അറിയായിരിക്കും. അങ്ങനെ എല്ലാ ഗെയിമിലും ഞാനിങ്ങനെ പോകുമായിരുന്നു. അപ്പോൾ VC ജോസഫ് സാറാണ് ആദ്യമായിട്ട്, ഇന്നും ഞാൻ ഓർക്കുന്നു, 6ാം ക്ലാസ്സിൽ സെന്റ് തോമസ് സ്കൂളിൽ പഠിക്കുമ്പോഴത്തേക്കും സാർ എന്നെ സ്കൂൾ ടീമിലേക്ക് സെലക്ട് ചെയ്തു. എന്നിട്ട് ഞങ്ങള് അടുത്ത ഒരു ചെറിയ ടൗണ് പൈക വിളക്കുമാടം എന്നൊക്കെ പറഞ്ഞൊരു സ്കൂളിൽ പോയി ഫസ്റ്റ് മാച്ച് കളിച്ചതൊക്കെ ഇപ്പോഴും എന്റെ മനസ്സിൽ ഓർമ്മയുണ്ട്. അന്ന് വെച്ച് ഞാനത് അന്നത്തെ ഇതിൽ ഞാൻ 6 പോയിന്റ് സ്കോർ ചെയ്തു. അന്ന് 6 പോയിന്റ് സ്കോർ ചെയ്ത് കഴിഞ്ഞിട്ട് VC ജോസഫ് സാറ് അവിടെയുള്ള ബാക്കിയുള്ള ടീച്ചേഴ്സിനോടൊക്കെ പിറ്റേ ദിവസം സ്കൂളിൽ കണ്ടപ്പോൾ പറഞ്ഞു, ഇവർ നന്നായിട്ട് കളിക്കുന്നുണ്ട്. അതൊക്കെ എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ശരിക്കും എൻകറേജ് ചെയ്ത് ആദ്യമേ ഈ ഫീൽഡിലേക്ക് കൊണ്ടുവന്നത് VC ജോസഫ് സാറാണ്. പിന്നീട് 7ാം ക്ലാസ് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ 8ാം ക്ലാസ്സിലേക്ക് ആയപ്പം എനിക്ക് GV രാജ സ്പോർട്സ് സ്കൂളിലേക്ക് സെലക്ഷൻ കിട്ടി. അങ്ങനെ സ്പോർട്സ് സ്കൂളിൽ ചെന്ന് കഴിഞ്ഞപ്പം ദാറ്റ് ഈസ് ഫുള്ളി സ്പെഷ്യലൈസ്ഡ് ഫോർ സ്പോർട്സ്. അപ്പം അവിടെ ബാസ്കറ്റ്ബോളിന് ഒത്തിരി NISC എന്നൊക്കെ പാസ് ഔട്ട് ആയി വന്ന കോച്ചസ് ആണ് ട്രെയിനിങ് തരുന്നത്. അങ്ങനെ ഒത്തിരി കോച്ചസ്, അതില് പേരെടുത്ത് പറയാൻ എനിക്ക് ഒത്തിരി പേരുണ്ട്. പ്രേംകുമാർ സാറുണ്ട്, ഉണ്ണികൃഷ്ണൻ സാറുണ്ട്, അന്നമ്മ ടീച്ചറുണ്ട്, ബെബിൻ ചാക്കോ എന്ന് പറഞ്ഞൊരു സാറ്. ബെബിൻ ചാക്കോ സാറാണ് ആക്ച്വലി ബാസ്കറ്റ്ബോളിൽ എന്റെ കരിയർ മാറ്റിമറിക്കാനായിട്ടുള്ള ഒരു കാര്യം. അന്നൊന്നും ഞങ്ങൾക്ക് ബാസ്കറ്റ്ബോൾ എന്ന് പറയുമ്പോൾ എന്റെയൊക്കെ കാലത്ത് 5 പേര് ബോളുമായിട്ട് ഫ്രണ്ടിലോട്ട് പോകും, അറ്റാക്ക് ചെയ്യും, 5 പേരും തിരിച്ച് ഡിഫൻസിലേക്ക് നമ്മൾ ഇറങ്ങും. അങ്ങനെയായിരുന്നു. പിന്നീടാണ് സാറ് പറഞ്ഞു തരുന്നത് ഇങ്ങനെ ഓരോ പൊസിഷൻ ഉണ്ട്, നീ ഇന്ന പൊസിഷൻ കളിക്കണം. അങ്ങനെയാണ് ഞാൻ റിയൽ ആയിട്ടുള്ള ബാസ്കറ്റ്ബോളിനെ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ബെബിൻ ചാക്കോ സാറാണ്. അത് കഴിഞ്ഞ് ഞാൻ അവിടുന്ന് സെന്റ് സേവിയേഴ്സ് കോളേജിലേക്ക് പോയി. 11th and 12th ഒക്കെ ആയപ്പോൾ സെന്റ് സേവിയേഴ്സ് കോളേജിലേക്കായി. സെന്റ് സേവിയേഴ്സ് കോളേജിൽ അപ്പം ഈ സമയത്തൊക്കെ ഞാൻ പാല സെന്റ് തോമസ് സ്കൂളിൽ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ കേരള സ്റ്റേറ്റ് ടീമിന്റെ മിനി നാഷണൽസിന് ഉള്ള കേരള സ്റ്റേറ്റ് ടീം റെപ്രസെന്റ് ചെയ്തു. പിന്നെ തിരിച്ച് GV രാജ സ്പോർട്സ് സ്കൂളിൽ വന്നപ്പോൾ വീണ്ടും എനിക്ക് മിനി, അതായത് Under 12 അങ്ങനത്തെ ആയതിന്റെ സെലക്ഷൻ കിട്ടി. അതും വീണ്ടും ഞാൻ കേരള സ്റ്റേറ്റ് ടീമിനെ റെപ്രസെന്റ് ചെയ്തു. പിന്നെ എനിക്ക് കേരള സ്കൂൾസ് ഒത്തിരി ഇത് GV രാജ സ്പോർട്സ് സ്കൂളിലായിരുന്നപ്പോൾ എനിക്ക് ഒത്തിരി ഓപ്പർച്യൂണിറ്റി കിട്ടി കളിക്കാൻ. അങ്ങനെ സ്പോർട്സ് സ്കൂൾ എന്റെ ജീവിതത്തിൽ ഒരു വലിയ ഒത്തിരി എന്നെ ഒരു ആസ് എ പ്ലെയർ ഞാൻ ഡെവലപ്പ് ആകാനായിട്ട് എന്നെ ഒത്തിരി സഹായിച്ചിട്ടുണ്ട്. GV രാജ സ്പോർട്സ് സ്കൂള്, അവിടെയുള്ള എല്ലാ കോച്ചസും, ഒത്തിരിയും കോച്ചസ്, ഒരു വേണു സാർ ഇസ് നോമോ നൗ. ഓക്കെ, അങ്ങനെ ഒത്തിരി കോച്ചസ് എനിക്ക് ഒത്തിരി അവരുടേതായ ടിപ്സ്. പക്ഷെ മേജറായിട്ട് ഞാൻ പറഞ്ഞാൽ ബെബിൻ ചാക്കോ സാറാണ്. അത് കഴിഞ്ഞ് സെന്റ് സേവിയേഴ്സ് കോളേജിൽ വന്നു. സെന്റ് സേവിയേഴ്സ് കോളേജിൽ വന്നപ്പോഴും ഐ വാസ് ലക്കി എനഫ്, ബെബിൻ ചാക്കോ സാറ് ആ കോളേജിലേക്ക് തന്നെ തിരിച്ച് വീണ്ടും കോച്ചായിട്ട് വന്നു. ആദ്യം ഒരു മൈക്കിൾ സാർ ഉണ്ടായിരുന്നു, ഒരു ഷെനായ് സാർ ഉണ്ടായിരുന്നു. ഇവരെല്ലാം ദേ ഓൾ ടച്ച് മൈ ബാസ്കറ്റ്ബോൾ കരിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇവരെ ആരും മറക്കാൻ പറ്റില്ല. ഇവരൊക്കെ ഒത്തിരി എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഇതിലേക്ക് വരാനായിട്ട്. അത് കഴിഞ്ഞ് അപ്പം 11th 12th ഒക്കെ ആയി കഴിഞ്ഞപ്പോഴേക്ക് അന്നേരത്തേക്ക് ഞാൻ കേരള യൂത്ത് ടീമിലുണ്ട്. അത് കഴിഞ്ഞപ്പോൾ ജൂനിയർ ടീമിലുണ്ട്, യൂണിവേഴ്സിറ്റി ടീമിലുണ്ട്. ഇതെല്ലാം എനിക്ക് സെലക്ഷൻ കിട്ടി. ഇതിലെല്ലാം മോസ്റ്റ് ഓഫ് ദ ടൈം ബെബിൻ ചാക്കോ സാർ തന്നെയായിരുന്നു എന്റെ കോച്ച്. പിന്നീട് ഞാനിപ്പോ ജൂനിയർ കളിക്കുമ്പോഴത്തേക്കും ജൂനിയർ ഇന്ത്യൻ ടീമിലേക്ക് സെലക്ഷൻ കിട്ടി. ജൂനിയർ ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റൻ ആയിരുന്നു. അപ്പൊ ആ ജൂനിയർ ഇന്ത്യൻ ടീമിൽ നിന്ന് തന്നെ എന്റെ കൂടെ കളിച്ചുകൊണ്ടിരുന്ന ജയശങ്കർ മേനോൻ, പിന്നെ വേറെ ഒരു 2 പ്ലേയേഴ്സ് നോർത്തിൽ നിന്ന്, ഞങ്ങളെ 4 പേരെ ജൂനിയറിൽ നിന്ന് സീനിയർ ടീമിലേക്കുള്ള ക്യാമ്പിലേക്ക് എടുത്തു. അങ്ങനെ ഒത്തിരി നല്ല, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഐ വാസ് ബ്ലെസ്ഡ് ദാറ്റ് ഒക്കെ എനിക്ക് ഐ ഗോട്ട് ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് എനിക്ക് കിട്ടി ഇങ്ങനെ കളിക്കാനും. അല്ലെന്നുണ്ടെങ്കിൽ ഇതിന്റെയൊക്കെ ആ സമയത്ത് എനിക്ക് സെലക്ഷൻസ് ഒന്നും എനിക്ക് അങ്ങനെ മിസ്സായിട്ടില്ല. എന്നെ ശരിക്കും പറഞ്ഞാൽ ബാസ്കറ്റ്ബോളിലേക്ക് കൈപിടിച്ചുകൊണ്ടെന്ന് അല്ലെങ്കിൽ ബാസ്കറ്റ്ബോളിന്റെ ടിപ്സ് തന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെബിൻ ചാക്കോ സാർ തന്നെയാണ്. പക്ഷെ ആദ്യമായിട്ട് എനിക്ക് ബാസ്കറ്റ്ബോൾ എന്നാണ് അല്ലെങ്കിൽ ബാസ്കറ്റ്ബോളിലേക്ക് എനിക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടാക്കി തന്നത് VC ജോസഫ് സാറാണ്, പാല സെന്റ് തോമസ് സ്കൂളിലെ.
ഓക്കെ. അപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ സാർ പറഞ്ഞപ്പോൾ തന്നെ സാറിൻ്റെ ലൈഫിൽ വന്നിട്ടുള്ള കുറേയധികം കോച്ചസ് അല്ലെങ്കിൽ മെൻറ്റേഴ്സിനെ നമ്മൾ ഒന്ന് സ്മരിച്ചായിരുന്നു. അപ്പോൾ അവർക്ക് എല്ലാവർക്കും ഒരു വലിയ താങ്ക്സ്. കാരണം നമുക്ക് ഇത്രയും വലിയൊരു താരത്തെ കേരളത്തിന് സ്വന്തമായിട്ട്, എസ്പെഷ്യലി കോട്ടയംകാർക്ക് സ്വന്തമായിട്ട് തന്നതിന് ഒരു വലിയ ഗ്രാറ്റിറ്റ്യൂഡും നമ്മുടെ ഭാഗത്തു നിന്ന് പറഞ്ഞുകൊണ്ട് നമ്മളൊരു ബ്യൂട്ടിഫുൾ സോങ്ങിലേക്ക് പോവുകയാണ്. പാട്ടുകൾക്ക് ശേഷം നമ്മൾ സാർ കോച്ച് ആയതിനു ശേഷമുള്ള വിശേഷങ്ങൾ അറിയാനായിട്ട് പോവുകയാണ്. കേട്ടുകൊണ്ടേയിരിക്കൂ ഇമ്മിണി ബലൊരാളിൽ. കൂടെയുള്ള തന്നെയാണ് ഇന്ന് നമ്മോടൊപ്പം ഇന്ത്യൻ താരം, നമ്മുടെ കോട്ടയംകാരുടെ സ്വന്തം CV സണ്ണി സാറാണ് കൂടെയുള്ളത്. 89.6 FM സർഗക്ഷേത്ര. വെൽക്കം ബാക്ക് ടു ഇമ്മിണി ബലൊരാൾ ഓൺ സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. ഇന്ന് എന്നോടൊപ്പം ഒരു കിഡിലൻ താരം തന്നെയാണ് വന്നിരിക്കുന്നത്. ബാസ്കറ്റ്ബോൾ താരങ്ങൾ ഒരിക്കലും മറക്കാൻ സാധ്യതയില്ലാത്തൊരു പേര്. മുൻ ഇന്ത്യൻ ബാസ്കറ്റ്ബോൾ താരം, മുൻ ഇന്ത്യൻ കോച്ച് CV സണ്ണി സാർ. സാർ, നമ്മൾ എങ്ങനെയാണ് സാർ ഈ ഒരു പ്ലെയറിലേക്ക് വന്നത്, അല്ലെങ്കിൽ ബാസ്കറ്റ്ബോൾ എന്ന് പറയുന്ന ഒരു മേഖലയിലേക്ക് എത്തിപ്പെട്ടത് എങ്ങനെയാണെന്ന് സംസാരിച്ചിരുന്നു. അതിനുശേഷം ഒരു നെക്സ്റ്റ് ലെവൽ എന്ന രീതിയിൽ സാർ ഇപ്പോൾ കോച്ചാണ്, നമുക്കറിയാം. അപ്പോൾ കോച്ചിലേക്ക് എത്തുന്ന സമയത്ത് എങ്ങനെയായിരുന്നു സാറിൻ്റെ ഒരു എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ പ്ലെയറിൽ നിന്നും പെട്ടെന്നൊരു ചേഞ്ച് അല്ലെങ്കിൽ ട്രാൻസ്ഫോർമേഷൻ കോച്ചിലേക്ക് സംഭവിച്ചപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു റിയാക്ഷൻസ്, കാര്യങ്ങളൊക്കെ? പ്ലെയറിൽ നിന്ന് ഞാൻ കോച്ചിലേക്ക് വരുമ്പോഴത്തേക്കും അതിനു മുമ്പ് ഞാൻ ഓൾമോസ്റ്റ് 9 വർഷം ഞാൻ ഇന്ത്യൻ സീനിയർ നാഷണൽ ടീമിൽ കളിച്ചു. ഞാൻ 95 ഇന്ത്യൻ ടീം ക്യാപ്റ്റൻ ചെയ്യുമ്പോഴാണ് ഇന്ത്യ സൗത്ത് ഏഷ്യൻ ഫെഡറേഷൻ ഗോൾഡ് മെഡൽ വിൻ ചെയ്തത്. അന്ന് ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റൻ ഞാനായിരുന്നു. 95 ചെന്നൈയിൽ വെച്ച് നടന്നത്. അതിനെനിക്ക് ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് വേറെ കിട്ടി. ലൈക്ക് ഓക്കെ, അമേരിക്ക, ഇന്തോനേഷ്യ, ചൈന, ജപ്പാൻ, അങ്ങനെ ഒത്തിരി രാജ്യങ്ങളിൽ പോയി കളിക്കാനും അങ്ങനത്തെ ഒത്തിരി അവസരങ്ങൾ കിട്ടി. ഒത്തിരി കോച്ചസിന്റെ കീഴിലൊക്കെ ഞാൻ ട്രെയിൻ ചെയ്തു. അപ്പം അതിൽ ഏറ്റവും നോട്ടഡ് ആയിട്ടുള്ള ഒരു കോച്ച് എന്ന് പറയുന്നത് ഒരു ലൂയിസ്, അത് ക്യൂബയിൽ നിന്ന് വന്ന ഒരു കോച്ചായിരുന്നു. അപ്പൊ ആ കോച്ച് എന്നെ ഒത്തിരി ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് ഞാനൊരു കോച്ച് ആകാൻ വേണ്ടി. കാര്യം അന്ന് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ഞാനാണ് ഇന്ത്യൻ ടീമിലെ ഏറ്റവും ഷോർട്ടസ്റ്റ് പ്ലെയർ ഞാനായിരുന്നു. അപ്പൊ ബാക്കി എല്ലാരും 7, 6'8", 6'9", 6'10" അങ്ങനത്തെ ഹൈറ്റ് നിൽക്കുമ്പോൾ ഞാൻ മാത്രം ഒരു 5'9" ഹൈറ്റിലുള്ള ഒരു പ്ലെയർ ഉള്ളായിരുന്നു. ബാക്കി എല്ലാരും എന്റെ കഴിഞ്ഞും ഒത്തിരി ഹൈറ്റ് ഉള്ളതായിരുന്നു. അപ്പം ആദ്യം ഇന്ത്യൻ കോച്ചസ് ഉണ്ടായിരുന്നപ്പം എനിക്ക് അങ്ങനെ കളിക്കാൻ ഓപ്പർച്യൂണിറ്റി അവർ ആദ്യത്തെ ആ ഒരു ടൂർണമെന്റിൽ തന്നില്ല. ഞാൻ സീനിയർ ഇന്ത്യൻ ടീമിൽ ചെല്ലുമ്പം എന്റെ ഭാഗ്യം കൊണ്ട് ഉടനെ തന്നെ വിത്തിൻ ഫ്യൂ മന്ത്സ് ക്യൂബൻ കോച്ച് വന്നു. ഈ ക്യൂബൻ കോച്ച് വന്നു കഴിഞ്ഞപ്പം ഹൈറ്റോ അതിനേക്കഴിഞ്ഞ് എല്ലാം ഉപരി പുള്ളി ഓരോരുത്തരുടെ ടാലന്റ് ആണ് നോക്കിയത്. ഒരു പ്ലെയറിനെ കൊണ്ട് ഇപ്പോഴും ഞാനൊക്കെ സ്റ്റിൽ റിമെമ്പർ വന്നിട്ട് ഒരിക്കൽ ഗ്വാളിയറിൽ ഒരു ക്യാമ്പ് നടക്കുക. അപ്പൊ ഈ ക്യാമ്പിനിടയ്ക്ക് ഒരു അമേരിക്കൻ കോച്ച് വന്നു. വന്നപ്പോഴത്തേക്കും 24 പേരുണ്ട് ക്യാമ്പിൽ. ഞാൻ ഏറ്റവും അറ്റത്ത് നിൽക്കുന്നു, ഹൈറ്റ് പറഞ്ഞിട്ട്. അപ്പം ഈ കോച്ച് ഓൾമോസ്റ്റ് ഒരു 6'8", 6'9" ഹൈറ്റ് ഉണ്ട്. ഒക്കെ വെൽ ബിൽഡ് ഗായ്. അപ്പൊ ഞാനിങ്ങനെ മനസ്സിൽ വിചാരിച്ചു, ഇത്രയും ടോളും ഇത്രയും വലിയ അമേരിക്ക ഇസ് ദ പ്ലേസ് വേർ ഒക്കെ ബാസ്കറ്റ്ബോൾ എന്ന് പറയുന്നത് അവിടുത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു സ്പോർട്ടാണ്. അപ്പം അങ്ങനെ ഒരു കൺട്രിയിൽ നിന്ന് വരുമ്പം എന്നെ ഒന്നും കൺസിഡർ ചെയ്യലാന്ന് പറഞ്ഞ് ഞാൻ ആ ലൈനിന്റെ അടുത്ത് ചുമ്മാ ഇങ്ങനെ നിന്നു, വെറുതെ ഇങ്ങനെ നിന്നു. അപ്പം കോച്ചസിനെ കുറിച്ച് ഞാൻ പറഞ്ഞു വരുമ്പോൾ പറയുന്നതാണ്, ലൈക്ക് ആ കോച്ച് ഞാൻ അവിടെ ഇങ്ങനെ നിൽക്കുന്ന കണ്ടിട്ട് എന്നെ വിളിച്ചു, ഹേ യു കം ഓവർ ഹിയർ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, കോച്ച് മീ? യെസ് യു എന്ന് പറഞ്ഞു. ഞാൻ അടുത്ത് ചെന്നപ്പോ എന്നോട് പറഞ്ഞു, ഞാനിപ്പോ പറയട്ടെ, വാട്ട് ഈസ് ഗോയിങ് ഓൺ യുവർ മൈൻഡ്? ഉടനെ ഞാൻ പറഞ്ഞു, ഓക്കെ കോച്ച്. ഉടനെ പറഞ്ഞു, യു തിങ്ക് ദാറ്റ് യു ആർ ഷോർട്ട്, അതുകൊണ്ട് യു കാൻ പ്ലേ ഗുഡ് ബാസ്കറ്റ്ബോൾ, അങ്ങനെയാണോ ചിന്തിക്കുന്നതെന്നാണ് ചോദിച്ചു. അത് ഞാൻ ചിന്തിച്ച അതേ കാര്യമാണ് എന്നോട് പറഞ്ഞത്. അപ്പൊ ഉടനെ ഞാൻ പറഞ്ഞു, യെസ് കോച്ച്, ഞാനത് ഓർത്തെന്ന് പറഞ്ഞു. അപ്പൊ കോച്ച് എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ, കോച്ചിന്റെ ട്രാക്ക് സൂട്ടിന്റെ പോക്കറ്റിൽ നിന്ന് ഒരു 50 rupees ഒരു ബണ്ടിൽ എടുത്ത് ഒരു മേ ബി അറൌണ്ട് ഒരു 100 pieces ഓഫ് നോട്ട്സ് എടുത്തിട്ട് അത് നിലത്ത് വെച്ചിട്ട് എന്നോട് പറഞ്ഞു, 1, 2, 3 I'll say. അപ്പൊ ഈ 3, when I say 3, let's see that ആരാണ്, who is going to pick this note up, ഫസ്റ്റ് ആരെടുക്കും എന്നുള്ളത് നോക്കാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ 1, 2, 3 എന്ന് കോച്ച് പറഞ്ഞു. ഞാൻ ഇത്രയും ചെറുതും ക്വിക്കും ഞാൻ ടക്കെന്ന് എടുത്തു. അപ്പൊ ആ കോച്ച് പറഞ്ഞു എന്നോട്, ദിസ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ടോൾ പ്ലെയർ ആൻഡ് ദ ഷോർട്ട് പ്ലെയർ. യു ആർ വെരി ഫാസ്റ്റ് ഓൺ ദ ഫീൽഡ്, ഫ്ലോറിൽ ഭയങ്കര ഫാസ്റ്റ് ആണ്. ഹൈറ്റ് ഉള്ളവർക്കും റിങ്ങിന് മുകളിൽ അഡ്വാൻറ്റേജ് ഉണ്ട്, ബട്ട് യു ആർ വെരി ഫാസ്റ്റ് ഓൺ ദ ഫ്ലോർ. അതൊക്കെ എന്നെ ഒത്തിരി ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇന്ന് കോച്ച് ചെയ്യുമ്പോഴും എനിക്കൊരു ഷോർട്ട് പ്ലെയർ, ഒരു സെൻസിബിൾ ആയിട്ടുള്ള ഒരു ഷോർട്ട് പ്ലെയർ ആണെങ്കിലും ഐ ഡോണ്ട് മൈൻഡ്. ഇപ്പം പഞ്ചാബ് ടീമിനെ വെച്ച് നോക്കുമ്പോൾ തമിഴ്നാട് ടീമിന് ഹൈറ്റ് ഉണ്ടെന്ന് പോലും ആരും പറയല. ആ മാച്ച് കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും ഓർക്കുമ്പോൾ എങ്ങനെയാണ് തമിഴ്നാട് പഞ്ചാബിനെ തോൽപ്പിക്കുന്നതെന്ന്. പക്ഷെ ഞങ്ങളുടെ ഫ്ലോറിലുള്ള സ്പീഡാണ്
ഞങ്ങളുടെ അസറ്റ് അവിടെ. കാര്യം അവർ ഇമാജിൻ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ അവിടെ അറ്റാക്ക് ചെയ്ത് കഴിയും. അത്രയ്ക്കും ഫാസ്റ്റ് ആയിരിക്കും ഇത്. പിന്നെ ഞാൻ കോച്ച് ആകാനുള്ള വൺ ഓഫ് ദ റീസൺസ് ഇല്ലെന്നുണ്ടെങ്കിൽ ഇത് എനിക്ക് ബാസ്കറ്റ്ബോൾ വിട്ട് വേറൊന്നും എനിക്ക് അങ്ങനെ ചെയ്യാൻ അറിയില്ല. ഇൻഫാക്ട് ഞാൻ വർക്ക് ഇൻ ബാങ്കിൽ ഇന്ന് ഇത്രയും കൊല്ലം ഞാൻ വർക്ക് ചെയ്തു. ഫസ്റ്റ് ഞാൻ പോലീസിലായിരുന്നു. ആദ്യം 5 years ഞാൻ കേരള പോലീസിലുണ്ടായിരുന്നു, ഇൻസ്പെക്ടർ ആയിട്ടുണ്ടായിരുന്നു. അത് റിസൈൻ ചെയ്തിട്ടാണ് ഞാൻ ബാങ്കിലോട്ട് പോയത്. ബാങ്കിൽ ഐ വർക്ക് ഓൾമോസ്റ്റ് 28-29 years ഐ വർക്ക് ഇൻ ബാങ്ക്. അപ്പൊ ഈ 29 years സ്പോർട്സ് കാരണം നമുക്ക് വലിയ ജോലിയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും വന്നില്ല. എനിക്ക് ബാങ്കിങ്ങിനെ കുറിച്ച് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിലും ബാസ്കറ്റ്ബോൾ, ഈവൻ ഞാൻ ഒരു മാനേജറായിട്ട് ഞാൻ ബാങ്കിൽ ഇരുന്നാൽ പോലും എന്റെ ഉള്ളിൽ കൂടെ ഒരു ബില്ല് പാസ് ചെയ്യുമ്പോഴും ബാസ്കറ്റ്ബോളേ വരുള്ളൂ. ബിക്കോസ് അതാണ്, ദാറ്റ്സ് മീ. ലൈക്ക് ഓക്കെ, ബാസ്കറ്റ്ബോൾ ആണ് എന്റെ ഫസ്റ്റ് പ്രിഫറൻസ്, എന്റെ എല്ലാം. അങ്ങനെ ബാസ്കറ്റ്ബോൾ മാത്രമേ ഞാൻ അതിനെ കുറിച്ച് ചിന്തിച്ചിട്ടുള്ളൂ. അത് എനിക്ക് ചില നേരത്തെ എനിക്ക് കോച്ചിങ്ങിലും ഒത്തിരി ആയിട്ട് വേണം. അപ്പൊ അതുകൊണ്ട് എനിക്ക് ബാസ്കറ്റ്ബോൾ ഫീൽഡ് വിട്ട് പോകാനായിട്ട് എനിക്ക് യാതൊരു താല്പര്യമില്ലായിരുന്നു. അപ്പൊ നമുക്ക് എല്ലാവർക്കും പ്രിയങ്കരനായിട്ടുള്ള നമ്മുടെ സ്വന്തം ബാസ്കറ്റ്ബോൾ താരം CV സണ്ണി സാറ് ബാങ്ക് ഉദ്യോഗസ്ഥനായിട്ട് ജോലി ചെയ്തത് വരെ നമ്മൾ അറിഞ്ഞു. പക്ഷെ ഇതിന് ശേഷം എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ളത് നമുക്കറിയണം. സോ കേട്ടുകൊണ്ടേയിരിക്കൂ ഇമ്മിണി ബലൊരാൾ ഓൺ സർഗിക് ക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗിക് ക്ഷേത്ര. വെൽക്കം ബാക്ക് ടു ഇമ്മിണി ബലൊരാൾ ഓൺ സർഗിക് ക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. ഇന്ന് ഇമ്മിണി ബലൊരാളിൽ നമുക്ക് അതിഥിയായിട്ട് എത്തിയിരിക്കുന്നത് നമ്മുടെ കേരളത്തിന് അഭിമാനമായിട്ടുള്ള, കോട്ടയംകാർക്ക് ഏറെ പ്രിയങ്കരനായിട്ടുള്ള CV സണ്ണി സാറാണ്. അദ്ദേഹം മുൻ ഇന്ത്യൻ ബാസ്കറ്റ്ബോൾ താരവുമാണ്, അതുപോലെ തന്നെ മുൻ ഇന്ത്യൻ ബാസ്കറ്റ്ബോൾ കോച്ചുമാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ബാങ്ക് മാനേജറായ കാര്യം വരെ നമ്മൾ അറിഞ്ഞായിരുന്നു. പക്ഷെ അതിനുശേഷം എന്താണ് സംഭവിച്ചതെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞുതരും. ഓക്കെ സണ്ണി സാർ, പിന്നെ എന്താണ് സംഭവിച്ചത്? ഒരു certain ഏജ് കഴിയുമ്പോഴത്തേക്കും വി കനോട്ട് കണ്ടിന്യൂ പ്ലേയിങ് ബാസ്കറ്റ്ബോൾ. ഓക്കെ, വി ഹാവ് ടു റിട്ടയർ. ആ റിട്ടയർ ചെയ്ത് കഴിയുമ്പോൾ ഇഫ് യു വാണ്ട് ടു കണ്ടിന്യൂ ഇൻ ദ ഫീൽഡ് ഓഫ് ബാസ്കറ്റ്ബോൾ എന്ന് പറയുമ്പോഴത്തേക്കും ദാറ്റ്സ് ഓൺലി വൺ ഓപ്ഷൻ ഈസ് ഓക്കെ, ഇത് യു ക്യാൻ ബി എ കോച്ച് ഓർ എ റെഫറി ഒരിക്കലും ആകാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല. കാര്യം ഞാനായിരിക്കും ഏറ്റവും കൂടുതൽ റെഫറിസിനെ ചീത്ത വിളിച്ചിരിക്കുന്നത്. അപ്പൊ പിന്നെ അത് തിരിച്ചു വാങ്ങിക്കാൻ എനിക്ക് യാതൊരു താല്പര്യമില്ല. അതുകൊണ്ട് ഐ ജസ്റ്റ് വാണ്ട് അങ്ങനെ ഐ വാണ്ട് ബി എ കോച്ച്. അങ്ങനെ ഞാൻ ഇന്ത്യൻ ബാങ്കിലായിരുന്നു ഞാൻ വർക്ക് ചെയ്തോണ്ടിരുന്നത്. അപ്പൊ ഇന്ത്യൻ ബാങ്ക് ഞങ്ങളുടെ പ്രാക്ടീസ് ലേല കോളേജിലായിരുന്നു. അപ്പൊ ഈ ലേല കോളേജിൽ വെൻ വി പ്രാക്ടീസ്, അവിടുത്തെ ലേല കോളേജ് ടീം ഈസ് ഓൾവേസ് വൺ ഓഫ് ദ ബെസ്റ്റ് ടീംസ് ഇൻ ആ കൺട്രി. അപ്പം ഒരിക്കൽ അവിടുത്തെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടർ വന്ന് എന്നോട് ചോദിച്ചു, സണ്ണി സാർ ഓക്കെ ക്യാൻ യു ഹെൽപ്പ് മീ? ഞാൻ ചോദിച്ചു എന്താ സാറിന് ചോദിച്ചു. പറഞ്ഞു സാറിന് ഈ ടീമും കൂടെ ഒന്ന് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്ന്. അപ്പൊ അന്നേരം ഞാൻ നോക്കിയത് ഒന്നൊരു കോച്ചിങ് ഓപ്പർച്യൂണിറ്റി, സെക്കൻഡ് എനിക്ക് അതിൽ നിന്ന് കുറച്ച് ഫൈനാൻഷ്യൽ ബെനിഫിറ്റും ഉണ്ടായിരുന്നു. കാര്യം ഞാൻ എല്ലാ ദിവസവും ലേല കോളേജിൽ പ്രാക്ടീസിന് വരും. അപ്പൊ ആ പ്രാക്ടീസിന് വരുമ്പോഴത്തേക്കും അറ്റ്ലീസ്റ്റ് എന്റെ പെട്രോൾ അലവൻസും ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാം അത് കഴിഞ്ഞ് 1 hour സ്പെൻഡ് ചെയ്ത് ഈ കുട്ടികളെ ഒന്ന് പഠിപ്പിച്ചിട്ട് പോയാൽ മതി. അപ്പം ഞാനൊക്കെ അതെടുത്തു കഴിഞ്ഞപ്പം എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു അത്. കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ എന്റെ മനസ്സിലുള്ള ബാസ്കറ്റ്ബോൾ കുറെ കാര്യങ്ങൾ ആ പിള്ളേരെ കൂടെ എനിക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റി. ഞാൻ എക്സാമ്പിൾ പറഞ്ഞാൽ ഒരിക്കൽ ഞങ്ങൾ അമേരിക്കയിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോഴും ചില റിമെമ്പർ, ഞാനന്ന് ഇന്ത്യയിൽ ഏറ്റവും സ്റ്റേറ്റിൽ എന്നെ കൊണ്ടായിരുന്നു പോകാൻ പറ്റുന്നത്. പക്ഷെ അവിടെ നിന്ന് ഒരു ബോൾ എടുത്തിട്ട്, അതും നമ്മൾ കളിക്കുന്ന യൂണിവേഴ്സിറ്റി ടീംസുമാണ്, ആ യൂണിവേഴ്സിറ്റി ടീമിലെ പ്ലെയേഴ്സ് ഗാർഡ് ചെയ്തിട്ട് എന്നെ കൊണ്ട് ഹാഫ് കോർട്ട് വരെ എടുത്തോണ്ട് വരാൻ പറ്റുന്നില്ല. അത്രക്കൂട്ട് ടൈറ്റ് ഡിഫൻസ് ആയിരുന്നു അവർ കളിച്ചത്. അപ്പം അതൊരു പ്രഷർ ഡിഫൻസ് എന്ന് പറയും. അപ്പൊ ആ ഡിഫൻസ് ഒക്കെ എന്റെ മനസ്സിലതുണ്ട്. കാര്യം ഞാൻ കഷ്ടപ്പെട്ടു. ഓക്കെ, ഐ വാസ് വൺ ഓഫ് ദ ബെസ്റ്റ് പ്ലേയേഴ്സ് ഇൻ കൺട്രി ആ സമയത്ത്. അന്ന് എന്നെ കൊണ്ട് ആ ഫിറ്റ്നസിൽ എന്നെ കൊണ്ട് എടുത്തോണ്ട് വരാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ കോച്ച് ചെയ്യുന്ന പിള്ളേർ ഈ കൈൻഡ് ഓഫ് ഡിഫൻസ് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പണൻസിനെ എടുത്തോണ്ട് വരാൻ ഡെഫിനറ്റ് ആയിട്ടും ബുദ്ധിമുട്ടും എന്നുള്ളത് എനിക്കറിയാം. അപ്പൊ ഞാൻ എപ്പോഴും ഏറ്റവും കൂടുതൽ ആസ് എ കോച്ച് എല്ലാവരും ഒഫൻസിനെ കുറിച്ച് ഒത്തിരി വിവരിക്കും, സ്കോർ ചെയ്യുന്നവരെ പ്രൈസ് ചെയ്ത് പറയും, അങ്ങനത്തെ ഒരു കോച്ചാണ്. പക്ഷെ ഞാൻ എപ്പോഴും ഒരു ഡിഫൻസീവ് സൈഡ് കോച്ചാണ്. ഞാൻ എന്നും എന്റെ ഇത് പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും നന്നായിട്ട് ഡിഫൻസ് കളിക്കുന്ന പ്ലേയേഴ്സിനെയാണ് ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ റീബൗണ്ട്സ് കളക്ട് ചെയ്യുന്നത്, ഏറ്റവും കൂടുതൽ അസിസ്റ്റ് ചെയ്യുന്നത്, അതായത് സ്കോർ ചെയ്യുന്നത്. ഓഫ് കോഴ്സ് ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഞാനും ഒക്കെ ബാസ്കറ്റ്ബോൾ കളിക്കുന്നു. ഒരു ബോൾ സ്കോർ ചെയ്ത് കഴിയുമ്പം ഓട്ടോമാറ്റിക്കലി യു ഫീൽ ഹാപ്പി, റൈറ്റ്? പക്ഷെ ഞാനിപ്പം ഭയങ്കരമായിട്ട് ഡിഫൻസ് കളിക്കുന്നു, അതിനകത്ത് ഒരാൾ പോലും അപ്രീഷിയേറ്റ് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ എന്റെ ആ ഇൻട്രസ്റ്റ് പോകും. അപ്പം കോച്ച് ഇസ് റൈറ്റ് പേഴ്സൺ. അപ്പം കോച്ച് എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ
ഞാൻ എന്റെ ഡിഫൻസിൽ കളിക്കുന്ന പ്ലേയേഴ്സിനെ എല്ലാവരുടെയും മുമ്പിൽ നിർത്തിയിട്ട് ആദ്യം അവരെ അപ്രീഷിയേറ്റ് ചെയ്യും. ഞാൻ പറയും ഹി ഡിഡ് എ വണ്ടർഫുൾ ജോബ് ദാറ്റ് ഹി കളക്ടഡ് സോ മെനി റീബൗണ്ട്സ്, ഹി വാസ് ഡൂയിങ് ഗ്രേറ്റ് ഡിഫൻസ്. ഇതെല്ലാം പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും ആ പ്ലെയറിന് നാളെയും ഡിഫൻസ് കളിക്കണം തോന്നും. ഇല്ലെങ്കിൽ എന്തുണ്ടാകുമെന്ന് പറഞ്ഞാൽ അവരോർക്കും ഞാൻ ഈ ഡിഫൻസ് കളിച്ചിട്ട് എനിക്കൊരു അപ്രിസിയേഷനും ഇല്ല, പിന്നെ ഒഫൻസ് കളിക്കുന്നവർക്ക് മാത്രമാണ് ഞാനും എറിയാൻ നോക്കാന്ന് പറയുമ്പോൾ നമ്മുടെ ടീം ഡിഫൻസ് വീക്ക് ആവും. അതുകൊണ്ട് ഇതൊക്കെ വൺ ഓഫ് ദി റീസൺസ്. പിന്നെ ഞാൻ കോച്ചിങ്ങിലേക്ക് വരാൻ വൺ ഓഫ് ദ മെയിൻ റീസൺസ് എന്ന് പറഞ്ഞാൽ എനിക്ക് other than basketball nothing I know. അപ്പോൾ എനിക്ക് കണ്ടിന്യൂ ഇൻ ദ ഫീൽഡ് ബാസ്കറ്റ്ബോൾ എന്ന് പറയുമ്പോഴത്തേക്കും ദാറ്റ് ഇസ് ഓൺലി വൺ ഓപ്ഷൻ ഐ ഫൗണ്ട് ഇറ്റ്. ഇതാണ് കോച്ചിങ് ആണ്. കോച്ചിങ് ചെയ്തു തുടങ്ങിയപ്പോഴത്തേക്കും ബൈ ഗോഡ്സ് ഗ്രേസ് ദാറ്റ് ഒക്കെ എനിക്ക് ഒത്തിരി ഓപ്പർച്യൂണിറ്റി കിട്ടി. തമിഴ്നാട് സ്റ്റേറ്റ് ടീം ഞാൻ ഒത്തിരി പ്രാവശ്യം കോച്ച് ചെയ്തു. അത് കഴിഞ്ഞ് ഇന്ത്യൻ മെൻ ടീം കോച്ച് ചെയ്തു. എല്ലാത്തിന്റെയും ഇന്ത്യൻ മെൻ ടീമിന്റെ ഹെഡ് കോച്ചായി. എല്ലാ ടീമിന്റെയും അങ്ങനെയൊക്കെ എനിക്ക് ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് കിട്ടി. ഇതൊക്കെയാണ് എന്റെ ഇത് ഞാനൊരു കോച്ച് ആകാൻ ബിക്കോസ് ബാസ്കറ്റ്ബോളിൽ കണ്ടിന്യൂ ചെയ്യണം എന്നുള്ളതായിരുന്നു എന്റെ ആഗ്രഹം. നൗ എനിക്ക് കുറെ അക്കാഡമീസും കുറെ കാര്യങ്ങളും ഉണ്ട്, ചേട്ടും ഹൈദരാബാദിലും എല്ലാം ആയിട്ട്. പിന്നെ ഞാൻ ഇവിടെ ഇപ്പം റീജിയണൽ സ്പോർട്സ് സെന്റർ ഉണ്ട് കടവന്തറ. അപ്പം ഈ RSCയില് സ്റ്റാർട്ടിംഗ് 5 എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ കൊടുത്ത് ഞാനും എന്റെ അക്കാഡമിയും ആ സ്റ്റാർട്ടിംഗ് 5ന്റെ ഇതും കൂടെ ചേർന്ന് ഒരു മെയിൻ സെന്റർ നമ്മൾ ഇവിടെ നടത്തുന്നുണ്ട്, കടവന്തറയ്ക്കുണ്ട്. അപ്പം എനിക്ക് കോച്ചസ് ഉണ്ട് അവിടെ, ഒത്തിരി ഗ്രാസ് റൂട്ട് ലെവൽ. ഇപ്പൊ എന്റെ എയിം മുഴുവൻ വൺസ് ഞാനിപ്പോ ഈ തമിഴ്നാട് ടീമോ ഇതെല്ലാം കോച്ചിങ് നിർത്തിയാല് എനിക്ക് നല്ല കുട്ടികളെ, അതായത് കൊച്ചു കുട്ടികളെ എനിക്ക് ഗ്രാസ് റൂട്ട് ലെവലിൽ നല്ല ഫണ്ടമെന്റൽസോട് കൂടി കേരളത്തിൽ നിന്ന് പഠിച്ചിറക്കണം എന്നാണ് ഇപ്പോഴത്തെ എന്റെ ആഗ്രഹം. ഓക്കെ, അത് ഉറപ്പായിട്ടും സാധിക്കട്ടെ സാർ. അതുപോലെ ഞാൻ വണ്ടർ ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത്, സാർ പോലീസിലായിരുന്നു എന്ന് പറഞ്ഞു ഏകദേശം ഒരു 5 വർഷത്തോളം. അതിനുശേഷം ബാങ്കിൽ വർക്ക് ചെയ്തു. അപ്പോഴാണ് നമുക്ക് മനസ്സിലായത് നമ്മുടെ കഴിവ് തെളിയിക്കേണ്ട മേഖല ഇതല്ല, അങ്ങ് ബാസ്കറ്റ്ബോൾ തന്നെയാണെന്നുള്ളത് അല്ലേ? തീർച്ചയായിട്ടും. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മുടെ സണ്ണി സാറിന്റെ കൂടുതൽ വിശേഷങ്ങളും കുറേയധികം കാര്യങ്ങളും നമ്മൾ അറിയുന്നുണ്ട്. പക്ഷേ കേട്ടുകൊണ്ടേയിരിക്കൂ ഇമ്മിടി ബല്ലേറാൾ ഓൺ സർഗിക് ക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗിക് ക്ഷേത്ര. വെൽക്കം ബാക്ക് ടു ഇമ്മിണി ബല്ലേറാൾ ഓൺ സർഗിക് ക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. എന്നോടൊപ്പം ഇന്ന് നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ട മുൻ ഇന്ത്യൻ ബാസ്കറ്റ്ബോൾ താരവും മുൻ ഇന്ത്യൻ കോച്ചുമായ നമ്മുടെ സ്വന്തം CV സണ്ണി സാറാണ്. സാർ, എനിക്ക് ഇനി അറിയാനുള്ള ഒരു കാര്യമുണ്ട്. അതായത് ഇപ്പോൾ സാർ ഒരു കോച്ചാണ്, സോ ഡെഫിനറ്റ്ലി ഈ സെലക്ഷൻ പ്രോസസ്സിലൂടെ പോകേണ്ടി വരും. അതുകൊണ്ട് സാർ എപ്പോഴും സ്കിൽസിലുപരി ഏതെങ്കിലും ട്രേറ്റ്സ് കണ്ട് അല്ലെങ്കിൽ ട്രേറ്റ്സ് ഇവാലുവേറ്റ് ചെയ്തതിന് ശേഷം സെലക്ട് ചെയ്യാറുണ്ടോ പ്ലെയേഴ്സിനെ? ഇപ്പോഴത്തെ ടീം സെലക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാസ്കറ്റ്ബോള് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരിയും നമ്മുടെ പണ്ട് കണ്ടിരുന്ന ബാസ്കറ്റ്ബോളിൽ നിന്നും ഒത്തിരിയും വ്യത്യാസം വന്നിട്ടുണ്ട്. അത് ഓരോ പൊസിഷനിലാണ് വരുന്നത്. ഫസ്റ്റ് എന്ന് പറയുന്നത് ഒരു പോയിന്റ് ഗാർഡ് എന്ന് പറഞ്ഞൊരിത് വരും. അത് പോയിന്റ് ഗാർഡ് ഇസ് ദ പേഴ്സൺ ഹു കൺട്രോൾസ് ബാസ്കറ്റ്ബോൾ. അപ്പം നമുക്ക് ഒരു സെലക്ഷൻ നടത്തുമ്പോൾ അറിയാം ഒരു പോയിന്റ് ഗാർഡ് കളിക്കുന്ന ഒരു പ്ലെയറിന് എന്തൊക്കെ ക്വാളിറ്റി വേണം എന്നുള്ളത്. അപ്പൊ ആ ഒരു ക്വാളിറ്റി അങ്ങനത്തെ അത് ചെക്ക് ചെയ്തിട്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്ലെയർ ആണ് ഈ പോയിന്റ് ഗാർഡ്. അപ്പൊ പോയിന്റ് ഗാർഡിനെ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ അത്രയ്ക്കും കെയർഫുൾ ആയിരിക്കണം. അങ്ങനെ പോയിന്റ് ഗാർഡ്സ് തന്നെ ഒരു മിനിമം ഒരു 3 പോയിന്റ് ഗാർഡ്സ് എങ്കിലും നമ്മൾ സെലക്ട് ചെയ്യും. ഒരു 12 പ്ലേയേഴ്സിനെ എടുക്കുന്നെങ്കിൽ മിനിമം 3 മേ ബി 4 അങ്ങനെ ഒരു 4 പോയിന്റ്. ഈ പോയിന്റ് ഗാർഡ് കളിക്കുന്ന അടുത്ത പൊസിഷൻ എന്ന് പറയുന്നത് ഷൂട്ടിംഗ് ഗാർഡാണ്. ഷൂട്ടിംഗ് ഗാർഡ് എന്ന് പറയുന്നത് that person will be a very good shooter and the same time ഒക്കെ ഹാൻഡിൽ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടായിരിക്കും. ഈ പോയിന്റ് ഗാർഡിൽ തന്നെ ഷൂട്ടിംഗ് ഗാർഡായിട്ട് മാറാവുന്ന പ്ലേയേഴ്സ് കാണുമായിരിക്കും നമുക്ക്. അപ്പൊ ഞാൻ സെലക്ട് ചെയ്യുമ്പോൾ എപ്പോഴും ഇത് രണ്ടും കൂടെ ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള പ്ലേയേഴ്സിനെ ആയിരിക്കും ഞാൻ നോക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു പോയിന്റ് ഗാർഡ് ഒരു 3 പേരായിരിക്കും, ഷൂട്ടിംഗ് ഗാർഡ് ഒരു 2 പേര് അല്ലെങ്കിൽ 3 പേര് കാണും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സ്മോൾ ഫോർവേഡ് എന്ന് പറഞ്ഞ ലൈക്ക് ഒത്തിരി സൈസ് ഇല്ല, പക്ഷെ അത്യാവശ്യം റീബൗണ്ട്സ് എടുത്ത് കളിക്കാൻ പറ്റുന്ന ഒരു കൈൻഡ് ഓഫ് പേഴ്സൺ, അങ്ങനെ അത് സ്മോൾ ഫോർവേഡ് ആയിട്ട് എടുക്കും. അത് കഴിഞ്ഞ് പവർ ഫോർവേഡ് എന്ന് പറഞ്ഞ ഒരു പൊസിഷൻ ഉണ്ട്. ആ പവർ ഫോർവേഡ് എന്ന് പറയുന്നത് ചോദിച്ചാൽ സെന്റർ പൊസിഷൻ കളിക്കുന്ന ആളും അല്ല, സ്മോൾ ഫോർവേഡും അല്ല, പക്ഷെ 2 പൊസിഷനിലും മാറി മാറി കളിക്കാൻ കപ്പാസിറ്റി ഉള്ള കൈൻഡ് ഓഫ് പ്ലെയർ ആയിരിക്കണം. ഇപ്പം തമിഴ്നാടിന്റെ ഒക്കെ അഡ്വാൻറ്റേജസ് അതാണ്. നമുക്കിപ്പം കേരളത്തിന്റെ തന്നെ പ്രണവ് പ്രിൻസ് എന്നൊക്കെ പറഞ്ഞുള്ള ഒരു പ്ലെയർ, ഹി ക്യാൻ ബി വൺ ഓഫ് ദ ബെസ്റ്റ് പവർ ഫോർവേഡ് ആയിട്ട് കളിക്കാം. ഈവൻ ഹി ക്യാൻ ബി എ സ്മോൾ ഫോർവേഡ് ആൾസോ. അങ്ങനത്തെ കപ്പാസിറ്റി ഉള്ള പ്ലെയേഴ്സ് നമുക്ക് അങ്ങനത്തെ അവരെ സെലക്ട് ചെയ്യും. പിന്നെ ലാസ്റ്റ് എന്ന് പറയുന്നതാണ് സെന്റർ എന്ന് പറയുന്നത്. സെന്റർ എന്ന് പറയുന്നത് എപ്പോഴും നല്ല ഹൈറ്റും ആ ക്ലോസ് ഏരിയയിൽ കളിക്കാൻ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത്. ഇപ്പം ആ ഓപ്പണൻസ് ഒരു ഭയങ്കര സ്ട്രോങ് ആയിട്ട് ഒരാൾ വന്നാലോ എപ്പോഴും നമ്മുടെ റിം ഗാർഡ് ചെയ്യാൻ പറ്റിയ
ഒരു കൈൻഡ് ഓഫ് പേഴ്സൺ ആയിരിക്കും. മറ്റേ ഓപ്പണൻസ് പെനിട്രേറ്റ് ചെയ്തുകൊണ്ട് ബാസ്കറ്റ് ചെയ്യാൻ പോയാൽ പോലും ഇവിടെ നിൽക്കുന്ന ഇവര് ടോൾ ആയിട്ടുള്ള പ്ലെയർ ആണെങ്കിൽ അവരതിനെ ബ്ലോക്ക് ചെയ്യും. അപ്പം ഈ കപ്പാസിറ്റി എല്ലാം നോക്കിയിട്ട് മാത്രമേ ഞാൻ നോർമലി പ്ലേയേഴ്സിനെ സെലക്ട് ചെയ്യാറുള്ളൂ. ഇത് തമിഴ്നാട് എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ ഒത്തിരി ടൂർണമെന്റ്സ് ഉണ്ട്. അപ്പൊ ഈ ടൂർണമെന്റ്സിൽ നമുക്ക് ഓൾമോസ്റ്റ് എല്ലാവരെയും അറിയാം. ഓരോ പൊസിഷൻ കളിക്കുന്ന പ്ലേയേഴ്സിനെ ഒക്കെ നമുക്ക് നല്ല വ്യക്തമായിട്ട് അറിയാം. അപ്പം അതുപോലെ തന്നെ കേരള ടീം ഭയങ്കര സ്ട്രോങ് ടീമാണ് ആക്ച്വലി. എല്ലാ പൊസിഷനിലും നമുക്ക് ഒത്തിരി പ്ലേയേഴ്സ് ഉണ്ട്. മേ ബി അൺഫോർച്ചുനേറ്റ്ലി ഇപ്രാവശ്യം പെർഫോം ചെയ്യാൻ പറ്റിയില്ല, അത്രേ ഉള്ളൂ. പക്ഷേ കേരള ടീം വളരെ നല്ല ടീമാണ്. തീർച്ചയായിട്ടും ഇൻ ഫ്യൂച്ചർ ദാറ്റൊക്കെ അതും എല്ലാം യങ്സ്റ്റേഴ്സ് ആണ്. അവർക്ക് നല്ല ശരിക്കും നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റും നമുക്ക് ഇൻ ഫ്യൂച്ചർ. ഡെഫിനറ്റ്ലി ഓക്കെ, കേരള ഈസ് ഗോട്ട് ബി വൺ ഓഫ് ദ സ്ട്രോങ്സ്റ്റ് ടീം ഇൻ ആർ കൺട്രി. ഓക്കെ, അതുപോലെ തന്നെ ഇപ്പോൾ വിമൻസിന്റെ കാര്യം പറയാനാണെങ്കിൽ സെക്കൻഡ് പൊസിഷൻ നമുക്കാണ് കിട്ടിയത്, കേരള ടീമിനായിരുന്നു. അപ്പോൾ സാറിന് അവരോട് എന്താണ് പറയാറുള്ളത്? വിമൻ ടീം ഇപ്രാവശ്യം നമ്മൾ സാധാരണ പോകുന്ന അത്രയും സ്ട്രോങ് ടീം ആയിരുന്നില്ല ഇക്കൊല്ലം. പക്ഷേ ദേ റിയലി പ്ലേഡ് വെൽ. അത് ശരിക്കും പറഞ്ഞാൽ ഒത്തിരി നമുക്കിപ്പോ ശ്രീകല പിന്നെ ജീന എന്നൊക്കെ പറഞ്ഞ ജീന പക്ഷെ വന്നിട്ടില്ല, ഈ നാഷണൽസ് വന്നില്ല. നാഷണൽ ഗെയിംസ് ജീന ഉണ്ടെന്ന് പറഞ്ഞു. നാഷണൽ ഗെയിംസ് ഒക്കെ ജീനയുടെ ഒക്കെ പ്രസൻസ് ഇറ്റ് മേക്സ് ലോട്ട്സ് ഓഫ് ഡിഫറൻസ്. പിന്നെ ഗ്രിമ ഒത്തിരി പ്ലേയേഴ്സ് കുറച്ച് ഇവിടെ ഒരു വലിയ ഡ്രോബാക്ക് ഇവിടെ എന്നാന്ന് പറഞ്ഞാൽ ഒരു സർട്ടൺ ഏജ് ആയി കഴിഞ്ഞാൽ ഉടനെ തന്നെ റിട്ടയർ ചെയ്യുന്നു. ഞാൻ പറയുന്നത് ഇപ്പം ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ 40 വയസ്സായി ലിബ്രോൺ ജെയിംസ് എന്ന് പറയുന്നത് NBA പോലെ ഇത്രയും ലോകത്തിലെ ഏറ്റവും വലിയ ഒരു ലീഗില്, അതായത് ഏറ്റവും കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ലീഗിലെ ഏറ്റവും ലീഡിംഗ് പ്ലെയർ ആയിട്ട് ഇന്നും ലിബ്രോൺ ജെയിംസ് 40 വയസ്സിൽ കളിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇവിടെ 30 വയസ്സോ 25 വയസ്സോ 28 വയസ്സാകുന്നതിന് മുമ്പ് നിങ്ങൾ റിട്ടയർ ചെയ്യുന്നില്ല എന്നുള്ള ആ ക്വസ്റ്റ്യൻ മാറ്റണം. ആ ക്വസ്റ്റ്യൻ മാറ്റിയിട്ട് ഇല്ലെങ്കിൽ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ യങ്സ്റ്റേഴ്സ് വരട്ടെ, അവരെ കഴിഞ്ഞും ബെറ്റർ ആയിട്ടുള്ളവർ വരുമ്പോഴത്തേക്കും അവർ ഓട്ടോമാറ്റിക്കലി മാറും. ഇപ്പോഴും അവരെ കഴിഞ്ഞും നല്ലതായിട്ട് ആരും വരുന്നില്ല. അവരെ കഴിഞ്ഞ് നല്ലതായിട്ട് ആരും വരാത്തോടത്തോളം കാലം അവർ മാറാൻ പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് എനിക്കതൊരു നല്ല പോസിറ്റീവ് സൈൻ ആയിട്ട് തോന്നുന്നില്ല. തീർച്ചയായിട്ടും കേരള ടീം ഇപ്രാവശ്യം നന്നായിട്ടാണ് പെർഫോം ചെയ്തത്. ശരിക്കും ഞാൻ ഐ വുഡ് അപ്രീഷിയേറ്റ് ശ്രീകല. ഭയങ്കര നല്ല ഗെയിം കളിച്ചു ശ്രീകല. കാര്യം മുഴുവൻ ടീമിന്റെ റെസ്പോൺസിബിലിറ്റി എടുത്തു. അതൊക്കെയും നന്നായിട്ട് കളിച്ചു, തീർച്ചയായിട്ടും കളിച്ചു. അവരെ തീർച്ചയായിട്ടും നമുക്ക് ഇനിയും നാഷണൽ ഗെയിംസ് ഇനി ജിനായും എല്ലാവരും ഉണ്ടെങ്കിൽ നമുക്ക് ഡെഫിനറ്റ്ലി ഓക്കെ വി ക്യാൻ ഡു മച്ച് ബെറ്റർ എന്നാണ് എന്റെ ഫീലിംഗ്. ഉറപ്പായിട്ടും. അപ്പൊ എന്തായാലും നമ്മുടെ വിമൻസ് ടീമിൽ കേരള ടീം തന്നെയാണ് സെക്കൻഡ് പൊസിഷൻ കൈവരിച്ചത്. അവർക്കൊരു കിഡിലൻ വിഷസ് ഒക്കെ നേർന്നുകൊണ്ട് തന്നെ നമ്മൾ വീണ്ടും അടുത്തൊരു പാട്ടിലേക്ക് പോവാണ്. പാട്ടുകൾക്ക് ശേഷം നമ്മൾ തിരിച്ചെത്തും ഇമ്മിണി ബെല്ലൊരാളിൽ. നമ്മോടൊപ്പം CV സണ്ണി സാർ കൂടെ തന്നെയുണ്ട്. കേട്ടോടെയിരിക്കൂ സർഗക്ഷേത്ര 89.6 FM കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. വെൽക്കം ബാക്ക് ടു ഇമ്മിണി ബെല്ലൊരാൾ ഓൺ സർഗക്ഷേത്ര 89.6 FM കാതോരം കരുതലായി കാലത്തിനൊപ്പം. അന്നെയാണ് കൂടെയുള്ളത്. ഇന്ന് നമ്മോടൊപ്പം നമുക്ക് എല്ലാവർക്കും എസ്പെഷ്യലി ബാസ്കറ്റ് ബോൾ ലവേഴ്സിന് ഏറ്റവും പ്രിയങ്കരനായിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് കൂടെയുള്ളത്. മുൻ ഇന്ത്യൻ ബാസ്കറ്റ് ബോൾ താരം, മുൻ ഇന്ത്യൻ ബാസ്കറ്റ് ബോൾ കോച്ച്, കോട്ടയത്തിന്റെ സ്വന്തം സണ്ണി സാർ. അപ്പോൾ സണ്ണി സാർ, നമുക്ക് ഇനി അടുത്തതായിട്ട് അറിയാനുള്ള ഒരു കാര്യമേ, ഈ ഗെയിം കളിക്കുമ്പോൾ ഡെഫിനറ്റ്ലി വേണ്ട ക്വാളിറ്റീസിൽ ഞാൻ 2-3 ക്വാളിറ്റീസ് ഒന്ന് പറയാണ്. അതല്ലാതെയും വേണ്ടി വരും. പക്ഷെ മെയിനായിട്ട് ഇപ്പോൾ കോൺസെൻട്രേഷൻ, അതുപോലെ റിഫ്ലെക്സ്, അതുപോലെ അജൈലിറ്റി, ഇതൊക്കെ വേണ്ടി വരും. സോ കോർട്ടിൽ അല്ലെങ്കിൽ ഈ ഒരു ഗെയിം കളിക്കുമ്പോൾ അല്ലെങ്കിൽ ലൈഫ് ലോങ് നമുക്ക് ഇതെങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും? സാർ എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? ഡെഫിനറ്റായിട്ടും കോൺസെൻട്രേഷൻ, ഈ പറഞ്ഞ പോലെ കോൺസെൻട്രേഷൻ, ഡെഫിനറ്റായിട്ടും കോൺസെൻട്രേഷൻ. പിന്നെ ഒരു ഗെയിം സെൻസ് എന്ന് പറയുന്ന ഒരു സംഭവം ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് ചില പ്ലേയേഴ്സ് ചിലപ്പോൾ നമുക്ക് അത്രയും ഫിറ്റ് ആയിട്ടൊന്നും തോന്നുകയില്ല. ഇപ്പം എനിക്ക് എന്റെ ടീമിലുണ്ട് ജീവാനന്ദ് എന്ന് പറഞ്ഞ് തമിഴ്നാട് ടീമിലുണ്ട്. ജീവാനന്ദത്തെ കാണുമ്പോൾ പലരും എന്നോട് ചോദിക്കും എങ്ങനെയാണ് കളിപ്പിക്കുന്നതെന്ന്. പക്ഷെ ജീവാനന്ദത്തിന്റെ കോർട്ട് സെൻസ് എന്ന് പറയുന്നത് മറ്റെല്ലാവരെയും ഒത്തിരിയും ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു ഇതാണ്. ആ കോർട്ട് സെൻസ് ഉള്ള ഒരാൾക്ക് അയാൾ ഒത്തിരി ഫിറ്റ് അല്ല. ഓഫ്കോഴ്സ് ബാസ്കറ്റ് ബോളിന് ഫിറ്റ്നസ് വേണം, അതില്ലാതെ ഒന്നും കളിക്കാൻ പറ്റത്തില്ല. പക്ഷെ ആവറേജ്, ഇപ്പം ജീവ എന്നൊക്കെ പറയുന്ന ആവറേജ് ഫിറ്റേ ഉള്ളൂ. പക്ഷെ കറക്റ്റ് ആയിട്ട് ഒരു എക്സാമ്പിൾ ആൾ ചെല്ലുകയാണ്. ഇപ്പം നമ്മളൊരു അറ്റാക്ക് ചെയ്യുമ്പോൾ സെൻസ് ഇല്ലാത്ത ഒരു പ്ലെയർ ആണെന്നുണ്ടെങ്കിൽ ഓടി ഡിഫൻസിന്റെ അടുത്ത് നിൽക്കും. സെൻസ് ഉള്ള ഒരു പ്ലെയർ ആണെന്നുണ്ടെങ്കിൽ ഡിഫൻസിനെ വാച്ച് ചെയ്തിട്ട് കുറച്ചും കൂടെ നമുക്ക് എവിടെയാണോ നമ്മൾ കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് ബോൾ വാങ്ങിച്ചിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു പൊസിഷനിലേക്ക് പോകും. ദാറ്റ് ഈസ് കോൾഡ് ഡിസിഷൻ മേക്കിംഗ് ഇൻ ബാസ്കറ്റ് ബോൾ. ഈ ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ ഏത് ടീം എടുത്താലും ഞാൻ അതിനകത്ത് ഫസ്റ്റ് തിങ് ഞാനിപ്പോ അവരോട് പറയുന്നത്,
ഇപ്പൊ എത്രയൊക്കെ വർക്ക്ഔട്ട്സോ എന്തൊക്കെ പ്ലേസോ എന്തൊക്കെ കാണിച്ചാലും ഇതിനകത്ത് അറ്റ് ദി എൻഡ് ഓഫ് ദ തിങ് ദാറ്റ് ഓക്കെ യുവർ സെൻസ് ഓൺലി വിൽ വർക്ക്. അതായത് നിങ്ങൾ അറിയണം ഒരു ഡിഫൻസ് ഇങ്ങനെ ഒരു പൊസിഷനിലാണെങ്കിൽ ഞാൻ എവിടെ നിന്നാലാണ് എനിക്കത് ഷൂട്ട് ചെയ്യാൻ പറ്റുക, അല്ലെന്നുണ്ടെങ്കിൽ എവിടെ നിന്നാലാണ് എനിക്ക് ബീറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് അറിയണം. ഇതിനകത്ത് പ്ലസ് ഇപ്പം പറഞ്ഞ പോലെ എങ്ങനെയാണ് ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് പറഞ്ഞാൽ ഓഫ് കോഴ്സ് പ്രാക്ടീസ് എന്ന് പറയുന്ന ഒരു കാര്യം ഈ എല്ലാവരും വിട്ടുകളയുന്ന ഒരു സംഭവമുണ്ട്. ഓഫ് സീസൺ വരുമ്പോഴത്തേക്കും ഒത്തിരി പ്ലേയേഴ്സ് റെസ്റ്റും കാര്യങ്ങളിലേക്കൊക്കെ പോകും. പക്ഷെ ഒരു ബാസ്കറ്റ്ബോൾ പ്ലെയർ ഇഫ് യു വാണ്ട്സ് ടു കണ്ടിന്യൂ ഇൻ ദ ഫുൾ ബാസ്കറ്റ്ബോൾ അതും നന്നായിട്ട് കളിച്ചു നിൽക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഓഫ് സീസൺ നന്നായിട്ട് വർക്ക് ചെയ്യണം. അതായത് നന്നായിട്ട് വർക്ക് ചെയ്യണം എന്നാൽ ബാസ്കറ്റ്ബോൾ കോർട്ടിലേക്ക് പോകണം എന്നല്ല, അല്ലാതെ തന്നെ അവരുടെ ഫിറ്റ്നസിനും അവരുടെ ബോഡി മസിൽ പവറും ഇതുമെല്ലാം ഇൻക്രീസ് ചെയ്യാനായിട്ട് വെയിറ്റ് റൂമിൽ പോകണം. ഡെഫിനറ്റ് ആയിട്ടും ഒക്കെ ദേ ഹാവ് ടു ലിഫ്റ്റ് വെയിറ്റ്. ഒത്തിരി കാര്യങ്ങൾ അങ്ങനത്തെ ചെയ്ത് ഫിറ്റ് ആയിട്ട് നിന്നാൽ മാത്രം അങ്ങനെയുള്ള പ്ലേയേഴ്സിന് മാത്രമേ ഇപ്പം എനിക്കറിഞ്ഞ തമിഴ്നാട് ടീമിലുള്ള പ്ലേയേഴ്സ് എല്ലാം എപ്പോഴും അവരവരുടെ ആ ഫിറ്റ്നസ് ഇത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടേയിരിക്കും. ഇപ്പം അടുത്ത ഒരു അഡ്വാൻറ്റേജ് എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഫഷണൽ ലീഗ് ഈസ് ഗോഡ് കം. ഈ ലീഗ് ഒരു 10 വർഷം മുമ്പ് വന്നിരുന്നെങ്കിൽ നമ്മുടെ ലെവൽ ഓഫ് ബാസ്കറ്റ്ബോൾ വുഡ് ഹാവ് ഗോൺ സോ ഹൈ. കാര്യം ഒരു എക്സാമ്പിൾ ഇപ്പൊ എന്നെ ബാങ്കിൽ അപ്പോയിന്റ് ചെയ്തപ്പം എന്റെ ഫസ്റ്റ് പ്രയോറിറ്റി ഈസ് ബാങ്കിങ്. അതായത് ഞാൻ രാവിലെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഓടി ഞാൻ ബാങ്കിൽ വരണം, ബാങ്കിൽ വന്ന് ജോലി ചെയ്തേച്ച് തിരിച്ചു വീണ്ടും ഗ്രൗണ്ടിലേക്ക് പോകണം. എങ്കിൽ വന്നില്ലെങ്കിൽ അവിടെ പ്രശ്നമാണ്. അതേസമയം ഒരു പ്രൊഫഷണൽ ലീഗ് വന്ന് ഞാനിപ്പോ ഒരു ക്ലബിനാണ് കളിക്കുന്നെങ്കിൽ മൈ ഫസ്റ്റ് പ്രയോറിറ്റി ഈസ് ബാസ്കറ്റ്ബോൾ. അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്നിട്ട് തീർച്ചയായിട്ടും ഞാൻ എത്ര ഫിറ്റ് ആയിട്ടിരിക്കുന്നു എത്ര ഫോം ആയിട്ടിരിക്കുന്നു അത്രയും ക്യാഷും അല്ലെന്നുണ്ടെങ്കിൽ ബാക്കി കാര്യങ്ങളും എല്ലാം ഓരോ ക്ലബ്സും നമുക്ക് ഓഫർ ചെയ്യും. അവിടെയാണ് ഈ പ്രൊഫഷണലിസം. ബാക്കിയുള്ള കൺട്രീസ് എല്ലാം പെർഫോം ചെയ്യുന്നത് എവിടെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കൺട്രികൾക്കും ലീഗ് ഉണ്ട്. അങ്ങനെ ഒരു ലീഗ് ഉള്ള കൺട്രിയിലാകുമ്പോഴത്തേക്കും ആ പ്ലേയേഴ്സ് എല്ലാം എപ്പോഴും അവർ ഫിറ്റ് ആയിരിക്കും. ദേ വിൽ സ്റ്റേ ട്യൂൺഡ് ബിക്കോസ് അവരുടെ ആ ട്യൂൺ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ദേ വിൽ നോട്ട് ഗെറ്റ് ഇനഫ് മണി, അല്ലെങ്കിൽ അവരുടെ ആ കോൺട്രാക്ട് കട്ടായി പോകും. അതുകൊണ്ട് ഇതിപ്പോ ഒരു നല്ല ഗുഡ് സൈൻ ആണ്. ഇപ്പൊ വൺസ് ലീഗ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഐ എം വെരി ഷുവർ ദാറ്റ് ഇന്ത്യൻ ബാസ്കറ്റ്ബോൾ ഈസ് ഗോയിങ് ടു ഫ്ലൈ ഹൈ. അതെ, ഉറപ്പായിട്ടും സാർ പറഞ്ഞതുപോലെ തന്നെ ഉയരങ്ങളിലേക്ക് പറക്കട്ടെ നമ്മുടെ ടീം. സോ നമുക്കിനി കുറച്ചധികം നേരെ നമ്മൾ പ്രൊഫഷണൽ വർത്തമാനങ്ങൾ അല്ലെങ്കിൽ പ്രൊഫഷണൽ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഇനി നമുക്ക് ഇത്തിരി കൂൾ ഡൗൺ ചെയ്യാൻ വേണ്ടി സാറിൻ്റെ പേഴ്സണൽ ഫാമിലി വിശേഷങ്ങളിലേക്കൊക്കെ പോവാം. പക്ഷേ പാട്ടുകൾ വരുന്നുണ്ട്. പാട്ടുകൾ സാറിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഏതെങ്കിലും സോങ് ഉണ്ടോ? നമുക്ക് പ്ലേ ചെയ്യാം. എനിക്ക് എത്രയോ ജന്മമായി നിന്നെ ഞാൻ തേടുന്നു, സമറിൻ ബെത്ലഹേം മൂവിയിലെ പാട്ട്. ഓക്കെ, അപ്പൊ അതെന്തായാലും സമറിൻ ബെത്ലഹേമിലെ ഒരു കിഡിലൻ ബ്യൂട്ടിഫുൾ റൊമാൻറ്റിക് സോങ് വരുന്നുണ്ട്. സാറിന്റെ ഏറ്റവും ഫേവറേറ്റ് ട്രാക്ക് ആയതുകൊണ്ട് നമ്മളിതാ ഇപ്പൊ തന്നെ പ്ലേ ചെയ്യുന്നു. സോ പാട്ടുകൾക്ക് ശേഷം നമ്മൾ തിരിച്ചു വരും ഈ മിനിബല്ലൊരാളിലേക്ക്. സ്റ്റേ ട്യൂൺ ടു സർഗ ക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. വെൽക്കം ബാക്ക് ടു ഇമ്മിണി ബല്ലുരാൾ ഓൺ സർഗ ക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം അന്നയാണ് കൂടെയുള്ളത്. എന്നോടൊപ്പം കൂടെയുള്ള ആളാരാണെന്നറിയോ? നമ്മുടെ സ്വന്തം മുൻ ഇന്ത്യൻ ബാസ്കറ്റ്ബോൾ താരവും മുൻ ഇന്ത്യൻ കോച്ചുമായിട്ടുള്ള CV സണ്ണി സാറാണ്. നമുക്ക് അദ്ദേഹത്തെ പറ്റി കൂടുതൽ കാര്യങ്ങൾ അറിയാം, സ്പെഷ്യലി ഫാമിലിയെ പറ്റി. നമുക്കറിയാം, എനിക്ക് ആകെ ഇപ്പോൾ അറിയുന്നത് സാർ ഒരു കോട്ടയംകാരനാണ്, പാലാക്കാരനാണ് എന്നുള്ളത് മാത്രമാണ്. ബാക്കി ഡീറ്റെയിൽസിലേക്ക് പോവാണ്. സാർ, ഫാമിലി കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഞാൻ ഫാമിലി ഞാൻ പറഞ്ഞു, ഞാൻ പാലയില ജനിച്ച് വന്ന. ചാച്ചൻ മരിച്ചുപോയി. ചാച്ചൻ CJ വർഗീസ്, അമ്മ ത്രേസ്യാമ്മ വർഗീസ്. പിന്നെ എനിക്ക് 4 സിസ്റ്റേഴ്സ് ഉണ്ട്, ഒരു ബ്രദർ ഉണ്ട്. ബ്രദർ ദുബായിലാണ്. സിസ്റ്റേഴ്സ് എല്ലാരെയും പാല അടുത്ത് തന്നെയാണ് കെട്ടിച്ചിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇപ്പം ഞാനിവിടെ ഇപ്പം കൊച്ചിയിലുള്ളത് കൊണ്ട് ഞാൻ വീക്കെൻഡ്സ് എനിക്ക് എപ്പോ സമയം ഉണ്ടെങ്കിലും ഞാൻ അമ്മയുടെ അടുത്തേക്ക് ചെല്ലും. അപ്പം സിസ്റ്റേഴ്സും വരും. അങ്ങനെ എല്ലാവരും മറ്റേ കണക്റ്റഡ് ആണല്ലോ, എല്ലാവരും തൊട്ടടുത്ത് തന്നെ ഉണ്ട്. എല്ലാവരും വി ആർ വെരി വെൽ കണക്റ്റഡ്. ആൻഡ് പിന്നെ ബ്രദർ ദുബായിലാണ്. when he comes down that ഞങ്ങൾ എല്ലാവരും എല്ലാ വർഷവും വരും. he'll be here for a month. അപ്പം ആ ഒരു മാസം ഞങ്ങൾ എല്ലാവരും സെലിബ്രേറ്റ് ചെയ്യും. ഓക്കെ. എന്റെ വൈഫ് ഡോക്ടർ ബിജി ജോസഫ്. അപ്പം സോഷ്യോളജി ഇതിലെ ഡോക്ടറേറ്റ് ഉണ്ട്. പിന്നെ ഇപ്പൊ ഒരു ബാങ്കിന്റെ ട്രെയിനിങ്ങിന്റെ നാഷണൽ ഹെഡ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. അവിടെ ചെന്നൈയിലാണ്. ഷീ വർക്ക്സ് ഇൻ ചെന്നൈ. പിന്നെ മോള് ആനി ട്രീസസാനി. ഷീ വർക്ക്സ് വിത്ത് എക്സ്പെഡൈറ്റേഴ്സ്, ഒരു കമ്പനി, ഇറ്റ്സ് എൻ അമേരിക്കൻ കമ്പനി. അത് ബാംഗ്ലൂരിലാണ്.
മോന് ഓറക്കിളിൽ വർക്ക് ചെയ്യുന്നു. അവര് കുട്ടികൾ രണ്ടുപേരും ബാംഗ്ലൂരാണ്, വൈഫ് ചെന്നൈയിലാണ്, ഞാൻ ഇവിടെയാണ്. പിന്നെ തമിഴ്നാടിന്റെ ക്യാമ്പ് ഉള്ളപ്പം ഞാൻ ചെന്നൈയിലേക്കാണ്. ഇല്ലെന്നുണ്ടെങ്കിൽ വീക്കെൻഡ്സ് ഒക്കെ ഐ ഡു ഗോ ദേർ ഒക്കെ സംടൈംസ് ഒക്കെ ദേ ഡു കം ഓവർ ഹിയർ. അങ്ങനെയാണ്. ഇതാണ് എന്റെ ഫാമിലി. നൈസ്. എന്തായാലും സാർ നമ്മൾ കുറച്ച് മുൻപേ പറഞ്ഞിരുന്നു സാറിന് ബാസ്കറ്റ്ബോൾ തന്നെയാണ് ഫസ്റ്റ് പ്രയോറിറ്റി എന്ന്. പക്ഷെ അതല്ലാതെ വേറെ ഏതൊക്കെ ഇൻട്രസ്റ്റുകളാണ് ഉള്ളത്, അല്ലെങ്കിൽ ഹോബീസ് ആണുള്ളത്? എനിക്ക് പാട്ട് കേൾക്കുന്നത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. ഞാൻ ഒത്തിരി അത് നല്ല മലയാളം സോങ്സ് ഒക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഇതാണ്. പിന്നെ അതല്ലാതെ ഞാൻ ഓൾമോസ്റ്റ് എല്ലാ ഗെയിമും, ഇപ്പൊ ഞാൻ ഫുട്ബോൾ ആയിക്കോട്ടെ, വോളിബോൾ ആയിക്കോട്ടെ, പാലായി എന്നുള്ള ഒരാൾക്ക് വോളിബോൾ ഇഷ്ടമില്ലാത്ത ഒരാളും കാണുകയല്ല. ഞാൻ ഇതൊക്കെ പാലക്കാരുടെ ബ്ലഡിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്നതാണ് വോളിബോൾ. അപ്പം നമ്മൾ പണ്ട് ചെറുപ്പം തൊട്ടേ ഇപ്പോഴും ഓർമ്മയുണ്ട് അവിടെയുള്ള ചെറിയ അതായത് ലൈക്ക് ഞാനൊക്കെ കുഞ്ഞായിരിക്കുമ്പം അന്ന് അവിടുത്തെ സ്കൂളിലത്തെ ചേട്ടന്മാരൊക്കെ വോളിബോൾ കളിക്കുന്നത് കാണാനൊക്കെ ഒത്തിരി പോയിരുന്നിട്ടുണ്ട്. എന്റെ മനസ്സിൽ ഇന്ന് ഒത്തിരി നല്ല ആ വോളിബോളിനെ കുറിച്ചുള്ള നല്ലോണ്ട് ജിമ്മി ജോർജ് അവരൊക്കെ ഞാൻ എന്റെയൊക്കെ ചെറുപ്പത്തിൽ അവിടെ കളിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം വോളിബോളിനെ കുറിച്ച് എനിക്ക് ഭയങ്കര ഇതാണ്. എനിക്ക് വോളിബോൾ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഫുട്ബോൾ ഞാൻ ഒത്തിരി ഫോളോ ചെയ്യും. അങ്ങനെയൊക്കെ ഫുട്ബോൾ ഇഷ്ടമാണ്, വോളിബോൾ ഇഷ്ടമാണ്. അങ്ങനെയൊക്കെ കുറച്ച് കളി കാണാനൊക്കെ അങ്ങനത്തെ കുറച്ച് ഇൻട്രസ്റ്റ് അല്ല. ഇപ്പൊ ഒന്നും കളിക്കാറില്ല. പണ്ട് ഫുട്ബോളും വോളിബോളും ഒക്കെ കളിക്കുമായിരുന്നു. പിന്നെ ബാഡ്മിന്റൺ ഇഷ്ടമാണ്, ഷട്ടിൽ ബാഡ്മിന്റൺ. ഇതൊക്കെയാണ് എനിക്ക് മെയിൻ ഹോബീസ്. പാട്ട് കേൾക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇപ്പൊ ട്രാവലിംഗ് ഒക്കെ ഇഷ്ടമാണെന്ന് ചോദിച്ചാൽ എനിക്ക് ട്രാവലിംഗ് ഒന്നും വലിയ ഇഷ്ടമൊന്നും. ഞാൻ നെക്സ്റ്റ് എന്റെ ചോദ്യം ആക്ച്വലി അത് തന്നെയായിരുന്നു. കാരണം ഇപ്പോൾ ഗെയിംസിന്റെ ഭാഗമായിട്ട് പല സ്ഥലങ്ങളിലേക്കും പോകേണ്ടി വരും. സോ അങ്ങനെ പോയിട്ടുള്ള സമയങ്ങളിൽ ഏതെങ്കിലും പ്ലേസസ് ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ ഹൂക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കാൻ വരുമായിരുന്നു ഞാൻ ജസ്റ്റ്. ഇല്ല, ഉണ്ട്. ഓഫ്കോഴ്സ് ഞാൻ ഒരിടയ്ക്ക് എല്ലാ വർഷവും അമേരിക്കയിൽ ഒരു മാസം പോവായിരുന്നു, ട്രെയിനിങ്ങിന്റെ പാർട്ടായിട്ട്. ലൈക്ക് ഞാന് ഇത് പറയുമ്പം ആദ്യം പറയേണ്ട ഒരു മാരി വിൽസൺ എന്ന് പറഞ്ഞൊരു ഹീസ് ഡയറക്ടർ ഓഫ് JPR ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി എന്ന് പറയും. അപ്പം ഞാൻ സാറിന്റെ കോളേജില് സാറിനെ കോച്ചായിട്ട് കുറെ കാലം എന്നെ വിളിച്ചു. ഞാൻ അങ്ങനെ പോയി ആ JPR കോളേജിന് വേണ്ടി കോച്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് കോച്ച് ചെയ്യുന്ന സമയത്ത് സാറ് എല്ലാ വർഷവും എന്നെ ഒരു മാസത്തേക്ക് എന്റെ നോളജ് അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അമേരിക്കയിലേക്ക് വിടും. എന്റെ സകല എക്സ്പെൻസസും എല്ലാം എടുത്തിട്ട് ഐ എം വെരി വെരി താങ്ക്ഫുൾ ടു ഹിം. കാര്യം എന്താന്ന് പറഞ്ഞാൽ ബാസ്കറ്റ്ബോളിൽ എന്നെ ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരു മനുഷ്യൻ മിസ്റ്റർ വിൽസൺ ആയിരിക്കും. അതുപോലെ ഇപ്പം ബാസ്കോ ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ പ്രസിഡന്റ് ഉണ്ട് ആദവ് അർജുൻ എന്ന് പറഞ്ഞ്. ആദവ് അർജുൻ ശരിക്കും ആദവ് അർജുന്റെ കോച്ചായിരുന്നു ഞാൻ. അതായത് അർജുൻ കളിക്കുന്ന സമയത്ത് അർജുൻ ഒരു ക്ലബ് ഉണ്ടായിരുന്നു. അപ്പൊ അർജുൻ വിളിച്ചിട്ട് ഞാൻ അർജുന്റെ ടീമിനെ കോച്ച് ചെയ്തിട്ടുണ്ട്. അർജുൻ ഈസ് ആൾസോ വെരി ഗുഡ് ടേംസ് വിത്ത് മീ. അതുകൊണ്ടാണ് ഒരു മലയാളിയായിട്ട് ഇന്നും എന്നെ തമിഴ്നാട്ടിൽ നിന്ന് വിളിച്ച് എന്നെ അവിടെ കൊണ്ടുപോയി കോച്ച് ചെയ്യാനായിട്ട്. അല്ലാതെ തമിഴ്നാട്ടിൽ കോച്ചസിന് കുറവൊന്നും ഉണ്ടായിട്ടല്ല, ഇഷ്ടംപോലെ നല്ല കോച്ചസ് ഉണ്ട്. അപ്പോഴും അർജുന് എന്നോടുള്ള ആ ഒരു ബോണ്ട് കാരണം. അതെ, തീർച്ചയായിട്ടും. ഓക്കെ, അപ്പൊ എന്തായാലും കുറേയധികം വിശേഷങ്ങൾ നമ്മൾ പേഴ്സണൽ ലൈഫിനെ പറ്റിയിട്ടും അറിഞ്ഞായിരുന്നു. ഇനി നമ്മൾ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളാണ് അറിയാൻ പോകുന്നത്, എസ്പെഷ്യലി ഈ ഗെയിം പ്രിപ്പറേഷൻസിനെ പറ്റി. പക്ഷേ അതിനെപ്പറ്റി അറിയുന്നതിന് മുൻപ് നമ്മുടെ ആസ് യൂഷ്വൽ പാട്ട് വരുന്നുണ്ട്. പാട്ടുകൾക്ക് ശേഷം തന്നെയാണ് സണ്ണി സാറിന്റെ കൂടുതൽ വിവരങ്ങൾ അല്ലെങ്കിൽ വിശേഷങ്ങൾ നമ്മൾ അറിയാൻ പോകുന്നത്. കേട്ടോടെയിരിക്കൂ ഇമ്മിണി ബല്ലുരാൾ ഓൺ സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. വെൽക്കം ബാക്ക് ടു ഇമ്മിണി ബല്ലുരാൾ ഓൺ സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. അന്നയാണ് കൂടെയുള്ളത്. ഒപ്പം നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ട ബാസ്കറ്റ്ബോൾ ലവേഴ്സ് ഒരിക്കലും മറക്കാൻ സാധ്യതയില്ലാത്തൊരു പേര്, നമ്മുടെ സ്വന്തം കോട്ടയംകാരൻ പാലാക്കാരൻ CV സണ്ണി സാർ. അദ്ദേഹം മുൻ ഇന്ത്യൻ ബാസ്കറ്റ്ബോൾ താരമാണ്, അതുപോലെ മുൻ ഇന്ത്യൻ കോച്ചുമാണ്. സർ, ഇനി നമുക്കറിയാം കുറച്ച് മുൻപേ നമ്മൾ പറഞ്ഞ പോലെ നാഷണൽ ഗെയിംസ് വരാൻ പോവാണ് ഏറ്റവും അടുത്ത് തന്നെ. സോ സാർ എങ്ങനെയാണ് അതിന് മുൻപുള്ളൊരു ഗെയിം പ്രിപ്പറേഷൻസ്, അതല്ലാതെ തന്നെ സാർ ഈ ഒരു മെയിൻ ഗെയിംസ് വരുന്ന സമയങ്ങളിൽ എങ്ങനെയായിരിക്കും ഗെയിം പ്രിപ്പറേഷൻസ്, ബിഹൈൻഡ് ദ സീൻസ് എന്തൊക്കെയായിരിക്കും? ഇപ്പൊ നാഷണൽ ഗെയിംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഫ്കോഴ്സ് ഇപ്പൊ നാഷണൽസ് കഴിഞ്ഞതേ ഉള്ളൂ. ടീം ഓൾമോസ്റ്റ് ട്യൂൺഡ് ആണ്. ഇനിയിപ്പം അതിനകത്ത് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരുത്തും. കാര്യം നമുക്കറിയാം ഇപ്പൊ ഓപ്പണൻസ് വരാൻ പോകുന്നു. ഇപ്പം അടുത്ത നാഷണൽ ഗെയിംസ് എന്ന് പറയുന്നത് പഞ്ചാബ് ഇപ്പം കണ്ട പഞ്ചാബിനെ കഴിഞ്ഞും ഇരട്ടി സ്ട്രോങ് ആയിരിക്കും. കാര്യം റെയിൽവേയുടെ പ്ലേയേഴ്സ്, പഞ്ചാബുകാരായിട്ടുള്ള പ്ലേയേഴ്സ് മുഴുവൻ പഞ്ചാബിന് കളിക്കും. അപ്പം റെയിൽവേയും പഞ്ചാബും കൂടെ ചേരുന്ന ഒരു ടീമാണ് നമ്മളോട് കളിക്കാനായിട്ട് നിൽക്കുന്ന ഒന്ന്.
പിന്നെ സർവീസസ് ഒക്കെ എപ്പോഴും സർവീസസ് കർണാടക എല്ലാം നമുക്കറിയാം. ഒരു ടീമിനെ നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല. എല്ലാ ടീംസിനും അതിന്റേതായ സ്റ്റാൻഡേർഡ് ഉണ്ട്. ഓരോ ടീമിനോടും നമ്മൾ ഓരോ സ്ട്രാറ്റജിയിലായിരിക്കും പോകുന്നത്. ഇപ്പൊ പഞ്ചാബ് എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞാൽ, പഞ്ചാബിൽ 4 പ്ലേയേഴ്സ് അമേരിക്കയിൽ പ്രൊഫഷണൽ കളിച്ചിട്ട് വന്ന പ്ലേയേഴ്സ് ആണ്. ആ പ്ലേയേഴ്സിനെയാണ് നമ്മൾ കഴിഞ്ഞ നാഷണൽ ഗെയിംസിൽ ഇവിടെ ഗുജറാത്തിൽ വെച്ച് നടന്ന നാഷണൽ ഗെയിംസിൽ ഈ തമിഴ്നാട് ടീം നമ്മൾ തോപ്പിച്ചു എന്ന് പറഞ്ഞാൽ അവർ പോലും എക്സ്പെക്ട് ചെയ്തില്ല. എല്ലാവരും ഓർത്തു ഇത് വൺ സൈഡ് ആയിട്ട് പോകുന്നു. പക്ഷെ നമ്മുടെ ആ സ്ട്രാറ്റജി, ഓരോ ടീമിനോടും ഓരോ സ്ട്രാറ്റജി ആയിരിക്കും. ഇപ്പം പഞ്ചാബ് പോലൊരു ടീം അത്രയും ടോളായിട്ടും ഇതായിട്ടുള്ള ഒരു ടീം ആകുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് നമ്മൾ ഡിഫൻസിൽ നമ്മൾ ഒത്തിരി വ്യത്യാസം വരുത്തും. ഒഫൻസിൽ അറ്റാക്കിംഗ് ഡിഫറെന്റ് ആയിട്ട് പോകും. അങ്ങനെ കുറെ വ്യത്യാസങ്ങൾ കാണും. അതേസമയം ഇച്ചിരി ഷോർട്ട് ആയിട്ടുള്ള ടീമാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് ഇൻസൈഡ് ഗെയിമിന് കൂടുതൽ വാല്യൂ കൊടുത്തിട്ട് അത് ചെയ്യും. അത് ഓരോ ടീമിനോടുമുള്ള ഓരോ പ്രിപ്പറേഷൻ. പിന്നെ ഗെയിമിന് മുമ്പ് ഒരു കാര്യം ഇപ്പം നോക്കിയാൽ, തമിഴ്നാട് ടീമാണ് ഏകദേശം ഏറ്റവും നല്ല ഫിറ്റ് ആയിട്ട് വരുന്ന ഒരു ടീമിലൊന്ന് തമിഴ്നാട് ടീമാണ്. കാര്യം അത് ഈ ഞാൻ പറഞ്ഞല്ലോ, പ്രസിഡന്റ് ആദവ് അർജുൻ വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ ഓരോ ക്യാമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നാഷണൽസിനൊക്കെ എല്ലാ സ്റ്റേറ്റുകളും 20-25 ദിവസം അല്ലെങ്കിൽ ഒരു മാസം വെക്കുമ്പോൾ ഇതൊരു 40-45 ഡേയ്സ് കാണും. അതിനകത്ത് തമിഴ്നാട് സ്റ്റേറ്റിന്റെ ബെഞ്ച് ചെക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാം. ഇപ്പൊ എനിക്ക് 3 അസിസ്റ്റന്റ് കോച്ചസ് ഉണ്ട്, ഫിറ്റ്നസ് ട്രെയിനർ ഉണ്ട്, ഫിസിയോതെറാപ്പിസ്റ്റ് ഉണ്ട്, ഡോക്ടർ ഉണ്ട്, സ്റ്റാറ്റിസ്റ്റീഷ്യൻ ഉണ്ട്. എല്ലാ ഫീൽഡും ഫിൽ ചെയ്തിട്ടുണ്ടായിരിക്കും. കാര്യം നമ്മൾ കേരളത്തിലൊക്കെ പോകുമ്പോൾ നമുക്ക് അതിനുള്ള ഫെസിലിറ്റി ഒന്നുമില്ല. കാര്യം വളരെ കുറച്ചേ നമുക്ക് ഇത് കിട്ടത്തുള്ളൂ. നമുക്ക് ഒരു കോച്ച് കാണും, ഒരു അസിസ്റ്റന്റ് കോച്ച് കാണും, അല്ലെ കോച്ച് കാണും, ഒരു അസിസ്റ്റന്റ് കോച്ച് കാണും, ഒരു മാനേജർ കാണും. അതിന് മുകളിലേക്ക് ഒരാൾ പോലും ഇല്ല. പക്ഷെ തമിഴ്നാട്ടിലൊക്കെ എന്ന് പറഞ്ഞാൽ ആ ബെഞ്ചിൽ ഇവര് 15 പേരാണെങ്കിൽ അവിടെ 20 പേര് കാണും. കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഡോക്ടർ കാണും, ഫിസിയോതെറാപ്പിസ്റ്റ് കാണും, ട്രെയിനർ കാണും, അങ്ങനെ ഒത്തിരി സ്റ്റാറ്റിസ്റ്റീഷ്യൻ കാണും. നമുക്കപ്പോൾ ഓരോ ഗെയിമിനെ കുറിച്ചും അവർ കളിച്ച പെർഫോമൻസ്, അവരുടെ ആ സ്റ്റാറ്റിസ്റ്റിക്സ് കാണുമ്പോൾ നമുക്കറിയാം എവിടെയാണ് അവർ ലാക്ക് ചെയ്തിരിക്കുന്നത്. ഇനി ചിലപ്പോൾ ഒരു പ്ലെയർ ഒത്തിരി അറ്റംപ്റ്റ് എടുത്തിട്ട് കുറച്ച് വീണെങ്കിൽ പെർസെന്റേജ് കുറവാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറയും അവരെടുത്ത ആ ഷോട്ട്സിന്റെ ഡിഫറൻസ് എന്നാന്നുള്ളത് അവരോട് പറഞ്ഞു കൊടുക്കും. അപ്പം അങ്ങനത്തെ ചെറിയ മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ പോലും അവിടെ ചെക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് സത്യത്തിൽ തമിഴ്നാട് ടീം കോച്ചിങ് എന്ന് പറയുന്നത് ഇറ്റ്സ് മച്ച് ഈസിയർ ഒത്തിരി കാര്യങ്ങളില്ല. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യാറ്. കാര്യം ഓരോ ഇപ്പൊ നമ്മൾ പോകുന്നതിന് മുമ്പ് നമ്മൾ ഓപ്പണൻസ് കളിക്കുന്ന ടീംസിന്റെ വീഡിയോസ് കാണും, സ്കൗട്ട് ചെയ്യും, ഓരോ പ്ലേയേഴ്സിനെയും സ്കൗട്ട് ചെയ്യും. ഇപ്പം നമുക്കറിയാം ഓൾമോസ്റ്റ് ഇപ്പൊ ഇന്ത്യൻ ഇതിൽ കളിക്കുന്ന ഓരോ പ്ലെയറിന്റെയും മൂവ്മെന്റ്സോ അല്ലെന്നുണ്ടെങ്കിൽ എവിടെയാണ് അവരുടെ വീക്ക് പോയിന്റ്സ് എന്താണ്, അവരുടെ സ്ട്രോങ് എന്താന്നുള്ളത് നമുക്കൊക്കെ ഓൾമോസ്റ്റ് എല്ലാ പ്ലേയേഴ്സിനും അറിയാം, ഈവൻ കോച്ചസിനും അറിയാം. അപ്പം ഇപ്പം ഇവര് തന്നെ എക്സ്പീരിയൻസ്ഡ് ആണ്. അപ്പം ഈവൻ പ്ലേയേഴ്സ് ക്യാൻ ആൾസോ സജസ്റ്റ് കോച്ച് നമുക്ക് ഇങ്ങനെ ചെയ്യാം, ഇതായിരിക്കും. ഞാൻ ഓഫ്കോഴ്സ് ഞാൻ ഈവൻ പ്ലേയേഴ്സിന്റെ സജഷനും കേട്ടിട്ട് ഒരു ഡിസിഷൻ എടുക്കാറുള്ളൂ. ഓക്കെ താങ്ക് യു സോ മച്ച് സാർ. അതുപോലെ ഗെയിം പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ കളത്തിലേക്ക് ഇറങ്ങുന്നതിന് മുൻപ് നമ്മൾ ആരാണ് എന്താണെന്നൊക്കെ സ്വയം നമ്മളൊന്ന് മനസ്സിലാക്കുന്ന സമയമാണ് അല്ലേ? തീർച്ചയായിട്ടും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതെ ഉറപ്പായിട്ടും. സോ ഇനി വരാൻ പോകുന്ന നാഷണൽ ഗെയിംസിനും സാറിനും ടീമിനും ഒരു വലിയ വിഷസ് നമ്മുടെ ടീമിന്റെ വക അറിയിക്കുകയാണ്. നമ്മളൊരു പാട്ടിലേക്ക് പോയാലോ? ഓക്കെ സാർ, ഒരു ബ്യൂട്ടിഫുൾ സോങ് വരുന്നുണ്ട്. പാട്ടുകൾക്ക് ശേഷം ഇമ്മിനി ബെല്ലൊരാളിൽ നമ്മൾ വീണ്ടും സണ്ണി സാറിന്റെ കുറേയധികം വിശേഷങ്ങൾ കേൾക്കുന്നുണ്ട്, അറിയുന്നുണ്ട്. കേട്ടുകൊണ്ടേയിരിക്കൂ. ഇമ്മിനി ബെല്ലൊരാൾ ഓൺ സർഗക്ഷേത്ര 89.6 FM. അന്നയാണ് കൂടെയുള്ളത്. വെൽക്കം ബാക്ക് ടു ഇമ്മിനി ബെല്ലൊരാൾ ഓൺ സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം അന്നയാണ് കൂടെയുള്ളത്. ഒപ്പം നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ട ബാസ്കറ്റ് ബോൾ ലവേഴ്സ് ഒരിക്കലും മറക്കാൻ സാധ്യതയില്ലാത്തൊരു പേര്, നമ്മുടെ സ്വന്തം കോട്ടയംകാരൻ പാലാക്കാരൻ CV സണ്ണി സാർ. അദ്ദേഹം മുൻ ഇന്ത്യൻ ബാസ്കറ്റ് ബോൾ താരമാണ്, അതുപോലെ മുൻ ഇന്ത്യൻ കോച്ചുമാണ്. സർ, ഇനി നമുക്കറിയാം കുറച്ച് മുൻപേ നമ്മൾ പറഞ്ഞ പോലെ നാഷണൽ ഗെയിംസ് വരാൻ പോവാണ് ഏറ്റവും അടുത്ത് തന്നെ. സോ സാർ എങ്ങനെയാണ് അതിന് മുൻപുള്ളൊരു ഗെയിം പ്രിപ്പറേഷൻസ്, അതല്ലാതെ തന്നെ സാർ ഈ ഒരു മെയിൻ ഗെയിംസ് വരുന്ന സമയങ്ങളിൽ എങ്ങനെയായിരിക്കും ഗെയിം പ്രിപ്പറേഷൻസ്, ബിഹൈൻഡ് ദ സീൻസ് എന്തൊക്കെയായിരിക്കും? ഇപ്പൊ നാഷണൽ ഗെയിംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഫ്കോഴ്സ് ഇപ്പൊ നാഷണൽസ് കഴിഞ്ഞതേ ഉള്ളൂ. ടീം ഓൾമോസ്റ്റ് ട്യൂൺഡ് ആണ്. ഇനിയിപ്പം അതിനകത്ത് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരുത്തും. കാര്യം ഓരോ നമുക്കറിയാം ഇപ്പൊ ഓപ്പണൻസ് വരാൻ പോകുന്നു. ഇപ്പം അടുത്ത നാഷണൽ ഗെയിംസ് എന്ന് പറയുന്നത് പഞ്ചാബ് ഇപ്പം കണ്ട പഞ്ചാബിനേക്കഴിഞ്ഞും ഇരട്ടി സ്ട്രോങ് ആയിരിക്കും. കാര്യം റെയിൽവേയുടെ പ്ലേയേഴ്സ്, പഞ്ചാബുകാരായിട്ടുള്ള പ്ലേയേഴ്സ് മുഴുവൻ പഞ്ചാബിന് കളിക്കും. അപ്പം റെയിൽവേയും പഞ്ചാബും കൂടെ ചേരുന്ന ഒരു ടീമാണ്
നമ്മളോട് ഇപ്പം കളിക്കാനായിട്ട് നിൽക്കുന്ന ഒന്ന്. പിന്നെ സർവീസസ് ഒക്കെ എപ്പോഴും സർവീസസ് കർണാടക എല്ലാം നമുക്കറിയാം, ഒരു ടീമിനെ നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല. എല്ലാ ടീംസും അതിൻ്റെതായ സ്റ്റാൻഡേർഡ് ഉണ്ട്. ഓരോ ടീമിനോടും നമ്മൾ ഓരോ സ്ട്രാറ്റജിയിലായിരിക്കും പോകുന്നത്. ഇപ്പൊ പഞ്ചാബ് എക്സാമ്പിളായിട്ട് ഞാൻ പറഞ്ഞ, പഞ്ചാബിൽ 4 പ്ലേയേഴ്സ് അമേരിക്കയിൽ പ്രൊഫഷണൽ കളിച്ചിട്ട് വന്ന പ്ലേയേഴ്സ് ആണ്. ആ പ്ലേയേഴ്സിനെയാണ് നമ്മൾ കഴിഞ്ഞ നാഷണൽ ഗെയിംസിൽ ഇവിടെ ഗുജറാത്തിൽ വെച്ച് നടന്ന നാഷണൽ ഗെയിംസിൽ ഈ തമിഴ്നാട് ടീം നമ്മൾ തോപ്പിച്ചു എന്ന് പറഞ്ഞാൽ അവർ പോലും എക്സ്പെക്ട് ചെയ്തില്ല. എല്ലാവരും ഓർത്തു ഇത് വൺ സൈഡ് ആയിട്ട് പോകുന്നു. പക്ഷെ നമ്മുടെ ആ സ്ട്രാറ്റജി, ഓരോ ടീമിനോടും ഓരോ സ്ട്രാറ്റജി ആയിരിക്കും. ഇപ്പം പഞ്ചാബ് പോലൊരു ടീം അത്രയും ടോളായിട്ടും ഇതായിട്ടുള്ള ഒരു ടീം ആകുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് നമ്മൾ ഡിഫൻസിൽ നമ്മൾ ഒത്തിരി വ്യത്യാസം വരുത്തും, ഒഫൻസിൽ അറ്റാക്കിംഗ് ഡിഫറെന്റ് ആയിട്ട് പോകും. അങ്ങനെ കുറെ വ്യത്യാസങ്ങൾ കാണും. അതേസമയം ഇച്ചിരി ഷോർട്ട് ആയിട്ടുള്ള ടീമാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് ഇൻസൈഡ് ഗെയിമിന് കൂടുതൽ വാല്യൂ കൊടുത്തിട്ട് അത് ചെയ്യും. അത് ഓരോ ടീമിനോടുമുള്ള ഓരോ പ്രിപ്പറേഷൻ. പിന്നെ ഗെയിമിന് മുമ്പ് ഒരു കാര്യം ഇപ്പം നോക്കിയാൽ തമിഴ്നാട് ടീമാണ് ഏകദേശം ഏറ്റവും നല്ല ഫിറ്റ് ആയിട്ട് വരുന്ന ഒരു ടീമിലൊന്ന് തമിഴ്നാട് ടീമാണ്. കാര്യം അത് ഈ ഞാൻ പറഞ്ഞല്ലോ, പ്രസിഡന്റ് ആദവ് അർജുൻ വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ ഓരോ ക്യാമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നാഷണൽസിനൊക്കെ എല്ലാ സ്റ്റേറ്റുകളും 20-25 ദിവസം അല്ലെങ്കിൽ ഒരു മാസം വെക്കുമ്പം ഇതൊരു 40-45 ഡേയ്സ് കാണും. അതിനകത്ത് തമിഴ്നാട് സ്റ്റേറ്റിന്റെ ബെഞ്ച് ചെക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാം. ഇപ്പൊ എനിക്ക് 3 അസിസ്റ്റന്റ് കോച്ചസ് ഉണ്ട്, ഫിറ്റ്നസ് ട്രെയിനർ ഉണ്ട്, ഫിസിയോതെറാപ്പിസ്റ്റ് ഉണ്ട്, ഡോക്ടർ ഉണ്ട്, സ്റ്റാറ്റിസ്റ്റീഷ്യൻ ഉണ്ട്. എല്ലാ ഫീൽഡും ഫിൽ ചെയ്തിട്ടുണ്ടായിരിക്കും. കാര്യം നമ്മൾ കേരളത്തിലൊക്കെ പോകുമ്പോൾ നമുക്ക് അതിനുള്ള ഫെസിലിറ്റി ഒന്നുമില്ല. കാര്യം വളരെ കുറച്ചേ നമുക്ക് ഇത് കിട്ടത്തുള്ളൂ. നമുക്ക് ഒരു കോച്ച് കാണും, ഒരു അസിസ്റ്റന്റ് കോച്ച് കാണും, അല്ലെ കോച്ച് കാണും, ഒരു അസിസ്റ്റന്റ് കോച്ച് കാണും, ഒരു മാനേജർ കാണും. അതിന് മുകളിലേക്ക് ഒരാൾ പോലും ഇല്ല. പക്ഷെ തമിഴ്നാട്ടിലൊക്കെ എന്ന് പറഞ്ഞാൽ ആ ബെഞ്ചിൽ ഇവര് 15 പേരാണെങ്കിൽ അവിടെ 20 പേര് കാണും. കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഡോക്ടർ കാണും, ഫിസിയോതെറാപ്പിസ്റ്റ് കാണും, ട്രെയിനർ കാണും, അങ്ങനെ ഒത്തിരി സ്റ്റാറ്റിസ്റ്റീഷ്യൻ കാണും. നമുക്കപ്പോൾ ഓരോ ഗെയിമിനെ കുറിച്ചും അവർ കളിച്ച പെർഫോമൻസ്, അവരുടെ ആ സ്റ്റാറ്റിസ്റ്റിക്സ് കാണുമ്പോൾ നമുക്കറിയാം എവിടെയാണ് അവർ ലാക്ക് ചെയ്തിരിക്കുന്നത്. ഇനി ചിലപ്പോൾ ഒരു പ്ലെയർ ഒത്തിരി അറ്റംപ്റ്റ് എടുത്തിട്ട് കുറച്ച് വേണമെങ്കിൽ പെർസെന്റേജ് കുറവാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറയും അവരെടുത്ത ആ ഷോട്ട്സിന്റെ ഡിഫറൻസ് എന്നാന്നുള്ളത് അവരോട് പറഞ്ഞു കൊടുക്കും. അപ്പം അങ്ങനത്തെ ചെറിയ മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ പോലും അവിടെ ചെക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് സത്യത്തിൽ തമിഴ്നാട് ടീം കോച്ചിങ് എന്ന് പറയുന്നത് ഇറ്റ്സ് മച്ച് ഈസിയർ ഒത്തിരി കാര്യങ്ങളില്ല. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യാറ്. കാര്യം ഓരോ ഇപ്പൊ നമ്മൾ പോകുന്നതിന് മുമ്പ് നമ്മൾ ഓപ്പണൻസ് കളിക്കുന്ന ടീംസിന്റെ വീഡിയോസ് കാണും, സ്കൗട്ട് ചെയ്യും, ഓരോ പ്ലേയേഴ്സിനെയും സ്കൗട്ട് ചെയ്യും. ഇപ്പം നമുക്കറിയാം ഓൾമോസ്റ്റ് ഇപ്പൊ ഇന്ത്യൻ ഇതിൽ കളിക്കുന്ന ഓരോ പ്ലെയറിന്റെയും മൂവ്മെന്റ്സോ അല്ലെന്നുണ്ടെങ്കിൽ എവിടെയാണ് അവരുടെ വീക്ക് പോയിന്റ്സ് എന്താണ്, അവരുടെ സ്ട്രോങ് എന്താന്നുള്ളത് നമുക്കൊക്കെ ഓൾമോസ്റ്റ് എല്ലാ പ്ലേയേഴ്സിനും അറിയാം, ഈവൻ കോച്ചസിനും അറിയാം. അപ്പം ഇപ്പം ഇവർ തന്നെ എക്സ്പീരിയൻസ്ഡ് ആണ്. അപ്പം ഈവൻ പ്ലേയേഴ്സ് ക്യാൻ ആൾസോ സജസ്റ്റ് കോച്ച് നമുക്ക് ഇങ്ങനെ ചെയ്യാം, ഇതായിരിക്കും. ഞാൻ ഓഫ്കോഴ്സ് ഞാൻ ഈവൻ പ്ലേയേഴ്സിന്റെ സജഷനും കേട്ടിട്ട് ഒരു ഡിസിഷൻ എടുക്കാറുള്ളൂ. ഓക്കെ താങ്ക് യു സോ മച്ച് സാർ. അതുപോലെ ഗെയിം പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ കളത്തിലേക്ക് ഇറങ്ങുന്നതിന് മുൻപ് നമ്മൾ ആരാണ് എന്താണെന്നൊക്കെ സ്വയം നമ്മളൊന്ന് മനസ്സിലാക്കുന്ന സമയമാണ് അല്ലേ? തീർച്ചയായിട്ടും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതെ ഉറപ്പായിട്ടും. സോ ഇനി വരാൻ പോകുന്ന നാഷണൽ ഗെയിംസിനും സാറിനും ടീമിനും ഒരു വലിയ വിഷസ് നമ്മുടെ ടീമിന്റെ വക അറിയിക്കുകയാണ്. നമ്മളൊരു പാട്ടിലേക്ക് പോയാലോ? ഓക്കെ സാർ, ഒരു ബ്യൂട്ടിഫുൾ സോങ് വരുന്നുണ്ട്. പാട്ടുകൾക്ക് ശേഷം ഇമ്മിണി ബെല്ലൊരാളിൽ നമ്മൾ വീണ്ടും സണ്ണി സാറിന്റെ കുറേയധികം വിശേഷങ്ങൾ കേൾക്കുന്നുണ്ട്, അറിയുന്നുണ്ട്. കേട്ടുകൊണ്ടേയിരിക്കൂ. ഇമ്മിണി ബെല്ലൊരാൾ ഓൺ സർഗക്ഷേത്ര 89.6 FM. അനയാണ് കൂടെയുള്ളത്. വെൽക്കം ബാക്ക് ടു സർഗക്ഷേത്ര 89.6 FM. ഇമ്മിണി ബെല്ലൊരാൾ. ഈ ഞായറാഴ്ച ദിവസം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സ്വന്തം ബാസ്കറ്റ്ബോൾ താരം, അതുപോലെ മുൻ ഇന്ത്യൻ കോച്ചായിട്ടുള്ള സണ്ണി സാറിന്റെ വിശേഷങ്ങളാണ്. സാർ, നമ്മൾ വീണ്ടും ഇനി ബാസ്കറ്റ്ബോളിന്റെ വിശേഷങ്ങളിലേക്ക് കിടക്കുകയാണ്. അതിൽ എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാനുള്ളത്, നമ്മുടെ കോൺവെർസേഷനിൽ തന്നെ കുറച്ച് മുൻപേ വന്ന ഒരു ഡയലോഗാണ്. ലൈക്ക് നമ്മുടെ കേരളം എന്ന് പറയുന്നത് വോളിബോൾ അല്ലെങ്കിൽ ബാസ്കറ്റ്ബോളിന്റെ ഒരു മണ്ണാണ്. എസ്പെഷ്യലി സാർ നമ്മൾ എടുത്തു പറഞ്ഞു, പാലക്കാരിൽ ഈ വോളിബോൾ കളിക്കാത്തവരൊക്കെ വളരെ കുറവായിരിക്കും അല്ലേ? ഓക്കെ, അപ്പോൾ ഇവിടെ നിന്നിപ്പോൾ ഒരുപാട് ബാസ്കറ്റ്ബോൾ അല്ലെങ്കിൽ വോളിബോൾ ഇന്റർനാഷണൽ ഗെയിംസ് വന്നിട്ടുണ്ട്. സോ ക്രിക്കറ്റിനേക്കാളും അല്ലെങ്കിൽ ഫുട്ബോളിനേക്കാളും കേരളത്തിൽ ഈ ഗെയിംസ് അല്ലെങ്കിൽ ഈ ഒരു സ്പോർട്ട് ബാസ്കറ്റ്ബോൾ അല്ലെങ്കിൽ വോളിബോൾ പ്ലെയേഴ്സ് ഉണ്ടാവാനുള്ള കാരണം എന്തായിരിക്കും സർ? ക്രിക്കറ്റ് ബേസിക്കലി ഓക്കെ, കേരള ടീമിനെ കഴിഞ്ഞ് നോർത്ത് ഇന്ത്യൻ ടീംസ്. ഇത് ബാസ്കറ്റ്ബോള് എന്നും കേരളത്തിന് ഉണ്ടായിരുന്ന ഒരു അഡ്വാൻറ്റേജ് എന്നാന്ന് പറഞ്ഞാൽ കേരള വിമൻ ടീം ഏത് കാലത്ത് നോക്കിയാലും നമ്മൾ നാഷണൽസിന്റെ ഒരു ഫൈനലിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റാൻഡേർഡ് മെയിൻറ്റെയിൻ ചെയ്തു. പിന്നെ അതല്ലാതെ
ബാസ്കറ്റ്ബോളിൽ ഏറ്റവും കൂടുതൽ ടൂർണമെന്റ്സ് നടക്കുന്ന ഒരു സ്റ്റേറ്റ് എന്ന് പറയുന്നത് കേരളവും തമിഴ്നാടുമാണ്. അപ്പം ഈ കേരളത്തില് അതുകൊണ്ട് സ്കൂൾ ലെവൽ തൊട്ട് ഇപ്പം ഒന്ന് എടുത്തു നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോ വർക്ക് ചെയ്യുന്നത് ചോയ്സ് സ്കൂളിലാണ്. അപ്പൊ ഈ ചോയ്സ് സ്കൂളിലെ എന്റെ MD എന്ന് പറയുന്നത് ജോസ് തോമസ് സാർ. അപ്പൊ ഈ ജോസ് തോമസ് സാറിന് എന്നെ ഇതിനകത്ത് അപ്പോയിന്റ് ചെയ്യുമ്പോൾ തന്നെ എന്നോട് ഫസ്റ്റ് തിങ് എന്നാ പറഞ്ഞിരിക്കുന്നത് പറഞ്ഞാൽ സണ്ണി സ്റ്റഡീസ് ഓഫ് കോഴ്സ് അത് വേണം വേണ്ടെന്ന് പറയുന്നില്ല, പക്ഷെ അറ്റ് ദ സെയിം ടൈം ഇവിടുന്ന് ഹെൽത്തി ആയിട്ട് ഒരു കുട്ടി പുറത്തോട്ട് പോകാനുള്ളത് പറയും. അപ്പം എന്തുമാത്രം സ്പോർട്സിനപ്പം ഈ സ്കൂളിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു എന്നുള്ളതിന്റെ ഒരിതാണ്. പിന്നെ ജോസം സാറിന്റെ മക്കളാണെങ്കിലും തോമസ്, ജേക്കബ് ഇവരെല്ലാം ബാസ്കറ്റ്ബോൾ പ്ലേയേഴ്സ് ആണ്. അപ്പൊ അവർക്ക് ഒരു സ്പെഷ്യൽ ലവ് ഈ ബാസ്കറ്റ്ബോളിനോടുണ്ട്. പക്ഷെ ചോയ്സിലില്ലാത്ത ഒരു സ്പോർട്ടും ഇല്ല. ഓൾമോസ്റ്റ് എല്ലാ സ്പോർട്സും ഞങ്ങൾക്ക് അവിടെയുണ്ട്. അതിനുള്ള ഞാൻ എന്ത് ഫെസിലിറ്റീസ് എനിക്ക് ഓൾമോസ്റ്റ് ഇതെല്ലാം അവിടെ എനിക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ ഈ 3 സ്കൂളുകളിലും കൊച്ചിയിലായിക്കോട്ടെ, തൃപ്പൂണിത്തുറ ആയിക്കോട്ടെ, തിരുവല്ലയിലായിക്കോട്ടെ, കാലിക്കറ്റ് ആയിക്കോട്ടെ, ഇവിടെ എല്ലാ ഫെസിലിറ്റീസും അവർ റിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒത്തിരി ഫെസിലിറ്റീസും കാര്യങ്ങളും തരുന്നുണ്ട്. അപ്പോ ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് പറഞ്ഞാൽ ഈ സ്കൂൾ ലെവലിൽ ഇതുപോലെ ടൂർണമെന്റ്സും ഇതും ഉള്ളപ്പോഴത്തേക്കും നാച്ചുറൽ ആയിട്ട് ഇപ്പൊ സ്കൂളിൽ ബാസ്കറ്റ്ബോൾ അല്ലെങ്കിൽ വോളിബോൾ ഒക്കെ പോപ്പുലർ ആകാൻ മെയിൻ റീസൺ ഈ സ്കൂൾ ലെവലിൽ കളിക്കുന്ന കുട്ടികൾക്കൊക്കെ അവരുടെ പേരൻസ് ഇപ്പൊ ചെറിയ വയസ്സിൽ നമ്മൾ കളിക്കും. ഇപ്പം എന്റെ മോൻ കളിക്കുവാണെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ പോയി കാണും. അപ്പൊ നമ്മളിൽ ആ ഒരു ഇൻട്രസ്റ്റ് വരും. അതാണ് ബാസ്കറ്റ്ബോളിന്റെ ഒക്കെ ശരിക്കുള്ള ഇത്. പക്ഷെ കറക്റ്റ് ആയിട്ട് ബാസ്കറ്റ്ബോൾ മാർക്കറ്റ് ചെയ്ത് പോകാത്തത് കൊണ്ട് മാത്രമാണ് ഈ ഗെയിം വേറൊരു ലെവലിലേക്ക് പോകാഞ്ഞത്. 100% ഈ ലീഗ് വന്നു കഴിഞ്ഞാൽ ദേ ആർ എയിമിംഗ് ടു ഹാവ് സ്കൂൾ ലീഗ്, കോളേജ് ലീഗ്, ഇതെല്ലാം വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഈവൻ സ്കൂൾസ് ആൾസോ വിൽ ബി സോ ഇൻട്രസ്റ്റഡ്. കാര്യം അവരുടെ പേര് ഭയങ്കരമായിട്ട് പുറത്തു വരും സ്കൂളിന്റെ ഒന്ന്. രണ്ടാമത് ഇപ്പം ഈ ജോസ് സാറിന്റെ ഒക്കെ വിഷു പോലെ എല്ലാ കുട്ടികളും സ്പോർട്സിൽ കാണും. ഇപ്പൊ എന്നോട് പറഞ്ഞിരിക്കുന്നത് ബാസ്കറ്റ്ബോൾ എന്നല്ല പറഞ്ഞിരിക്കുന്നത്, എല്ലാ കുട്ടികളെയും ഫീൽഡിൽ ഇറക്കാൻ പറ്റിയാൽ എല്ലാ കുട്ടികളെയും ഫീൽഡിൽ ഇറക്കണം. ലെറ്റ് ദം ഔട്ട് ബി ഹെൽത്തി. ഇത് ഞാൻ ഇവിടുന്ന് ഒരു വലിയ മാർക്ക് മേടിച്ച് എന്റെ സ്കൂളിൽ നിന്ന് പിള്ളേർ പോകുന്നെന്ന് പറയുന്നതിനേക്കഴിഞ്ഞും ഉപരി സണി ഐ പ്രിഫർ ദാറ്റ് ഒക്കെ എന്റെ സ്കൂളിൽ നിന്ന് പോകുന്ന ഒരു ചോയ്സിനെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ലുക്ക് അറ്റ് ദ ബോയ് എന്ത് ഹെൽത്തി ആണെന്ന് പറയിപ്പിക്കണം. അതാണ് ദാറ്റ്സ് വാട്ട് ഹിസ് സെയിം. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ സർ. അതെ, തീർച്ചയായിട്ടും. അതുകൊണ്ട് നമ്മൾ മച്ച് റിലാക്സ്ഡ് ആണ് സ്കൂളിലും. കാര്യം ഓഫ്കോഴ്സ് സ്റ്റഡീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും നല്ല റിസൾട്ട്സ് ഉള്ള ഒരു സ്കൂളുമാണ്. ബട്ട് അറ്റ് ദ സെയിം ടൈം സ്പോർട്സ് അതുപോലെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ഇപ്പം എന്റെ പ്രിൻസിപ്പൽ ആയിട്ടുള്ള റേച്ചൽ മാം എന്ന് പറഞ്ഞ് ഇവിടെ രേഷ്മ എന്ന് പറഞ്ഞ് കാലിക്കറ്റ്, അനീഷ എന്ന് പറഞ്ഞ ഇവിടെ തിരുവല്ലയില്, ഇവർക്കെല്ലാം സ്പോർട്സിനോട് ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ട് അപ്പം നമുക്ക് ഏത് സ്കൂളൊന്ന് ഡെവലപ്പ് ചെയ്യണമെങ്കിലോ അല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്പോർട്ട് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ അതിന്റെ മുകളിലിരിക്കുന്ന ആ ഹെഡ്സിന് ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ അത് പോകും. ഇത് ബൈ ഗോഡ്സ് ക്രേസ് ദാറ്റൊക്കെ ഇപ്പൊ ഞാൻ വർക്ക് ചെയ്യുന്ന എല്ലായിടത്തും ഇതുണ്ട്. ഞാനിപ്പോ ഒത്തിരിയും സ്കൂളുകളിൽ കാണുന്ന ഒരു അഡ്വാൻറ്റേജ് എന്നാന്ന് പറഞ്ഞാൽ പേരൻസ് തന്നെ ഇനീഷ്യേറ്റീവ് എടുത്ത് കുട്ടികളെ സ്പോർട്സിലേക്ക് വിടുന്നുണ്ട്. അപ്പൊ ആ ഇത് അതുപോലെ സെയിം ടൈം ഞാൻ ഈ പറഞ്ഞതുപോലെ വൺസ് ലീഗ് തുടങ്ങിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി സ്പോർട്സിന്റെ സ്റ്റാൻഡേർഡും കൂടും. അതേസമയം ഒത്തിരി വ്യൂവേഴ്സ് വരും. ഈ ഗെയിം ഒത്തിരി പോപ്പുലർ ആവും. എന്തുകൊണ്ടാണ് വൈ ക്രിക്കറ്റ് ഈസ് സോ പോപ്പുലർ മീൻസ് ഏത് ചാനൽ നോക്കിയാലും അതിനകത്തുനിന്ന് ക്രിക്കറ്റ് കാണാൻ പറ്റും. അതേസമയം ബാസ്കറ്റ്ബോളോ അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഇവന്റ് കാണണമെങ്കിൽ അതുപോലെ എന്തെങ്കിലും ഒരു നാഷണൽസോ ഒരു നാഷണൽ ഗെയിംസോ അതിന്റെയൊക്കെ എപ്പോഴെങ്കിലും ഒരു ഇത് വന്നാൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഇപ്പൊ ഫുട്ബോള് എന്തുകൊണ്ടാണ് ഇപ്പൊ ഫുട്ബോൾ കേരളത്തിൽ പോപ്പുലർ ആയെന്ന് പറഞ്ഞാൽ കേരളത്തിലല്ല ഇന്ത്യയിൽ ഞാൻ പറഞ്ഞ ആ ഒരു ലീഗ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സ്റ്റാൻഡേർഡ് ഓഫ് ദ പ്ലേയേഴ്സിന്റെ ആ ഇത് തന്നെ അങ്ങോട്ട് ഗെയിമിന്റെ സ്റ്റാൻഡേർഡ് വേറൊരു ലെവലിലേക്കായി. ഇതിലെ അഡ്വാൻറ്റേജ് എന്നാന്ന് പറഞ്ഞാൽ ഒരു ലീഗ് വരുമ്പോൾ ഒരു പ്രൊഫഷണൽ ലീഗ് വന്നാൽ അഡ്വാൻറ്റേജ് ഡെഫിനറ്റ്ലി ദ പ്ലേയേഴ്സ് വിൽ ബി കമ്മിങ് ഫ്രം അബ്രോഡ്. അവരുടെ കൂട്ടത്തിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഞാനൊരു ചെറിയ എക്സാമ്പിൾ പറയാം. അതായത് ഞാൻ ജയശങ്കറൊക്കെ ഞങ്ങൾ ഇന്ത്യൻ ടീമിൽ സ്ഥിരമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വളരെ റെയറായിട്ട് ഞങ്ങൾ ചെന്നൈയിലേക്ക് വരുള്ളൂ. മിക്കവാറും ഇന്ത്യൻ ടീമിന്റെ ക്യാമ്പ് ഒന്ന് ബാംഗ്ലൂർ ആയിരിക്കും, അല്ലെങ്കിൽ ഡൽഹിയിലായിരിക്കും, അല്ലെങ്കിൽ പട്യാലയിലായിരിക്കും. അതെല്ലാം കഴിഞ്ഞിട്ട് എപ്പോഴെങ്കിലും ക്യാമ്പ് ബ്രേക്ക് ചെയ്യുമ്പോഴാണ് നമ്മൾ ഈ ലേള കോളേജിലേക്ക് വരുന്നത്. അപ്പൊ ഈ ലേള കോളേജിൽ വരുമ്പോൾ അവിടുത്തെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടർ ഉണ്ട്. അപ്പൊ ആ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടർ പറയും ഞങ്ങളുടെ പിള്ളേരുടെ കൂടെ കുറച്ചു നേരം കളിക്കാൻ പറയും. അപ്പൊ ഇത് ആദ്യം ആ കുട്ടികളുടെ കൂടെ കളിക്കുമ്പോൾ അവർക്ക് ആദ്യത്തെ ദിവസം നമ്മളെ കാണുമ്പോൾ പേടിയാ. അവർ നോക്കുമ്പോൾ ഇന്ത്യയുടെ സ്റ്റാർസ് ആയിട്ട് നിന്നേച്ച് വന്നിട്ട് അവരുടെ അഗെയിൻസ്റ്റ് ആയിട്ട് കളി. ഒരു ദിവസം 2 ദിവസം 3-ാമത്തെ ദിവസം ആകുമ്പോൾ അവര് നമ്മളോട് യൂസ്ഡായി ആ ട്രാക്കിലേക്ക് വരും. ഇത് തന്നെ നമുക്ക് സംഭവിക്കും. ഒരു പ്രൊഫഷണൽ ലീഗ് വന്നു കഴിഞ്ഞാല് തീർച്ചയായിട്ടും നമ്മളെ കഴിഞ്ഞും ബെറ്റർ ആയിട്ടുള്ള പ്ലേയേഴ്സ് പുറത്തുനിന്ന് വന്ന് അവരുടെ കൂടെ നമ്മൾ കുറെ ട്രെയിൻ ചെയ്ത് കുറച്ച് പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി അവർ സ്റ്റാൻഡേർഡ് വിൽ ഗോ ഹൈ. അതാണ് ഉണ്ടാകാൻ പോകുന്നത്. ഇപ്പം ഈ കേരളത്തിലെ ഈ എന്തുകൊണ്ടാണ് ഇതൊക്കെ പോപ്പുലർ, വോളിബോൾ ഒക്കെ എന്തുകൊണ്ടാണ് അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ
ഒന്ന് നമുക്കിപ്പോ വോളിബോൾ കേരളം പോലുള്ള ഒരു സ്ഥലത്ത് കളിക്കാൻ നമുക്കിപ്പം വലിയ ഫെസിലിറ്റിയുടെ ആവശ്യമൊന്നുമില്ല. 2 മരത്തേലേക്ക് ഒരു നെറ്റ് വലിച്ചു കെട്ടിയിട്ട് പോലും പണ്ടൊക്കെ ഞങ്ങൾ അങ്ങനെ കളിച്ചോണ്ടിരുന്നത്. അപ്പൊ നമുക്ക് അത് ചെറിയ സ്പേസിൽ പോലും അത് കളിക്കാം, അല്ലെങ്കിൽ അത് എൻജോയ് ചെയ്യാം. പിന്നെ ഒത്തിരി നല്ല ഗെയിംസ് കണ്ടു കഴിയുമ്പോഴത്തേക്ക് ഇപ്പം എനിക്ക് ഫോർ എക്സാമ്പിൾ ദാറ്റൊക്കെ ഇപ്പം ഒരു വോളിബോൾ ഗെയിം ഞാൻ കണ്ടു, എനിക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇപ്പൊ എനിക്ക് എന്റെ ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞിട്ട് ഹേയ് നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അത് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നമുക്ക് വലിയ കോർട്ടിന്റെ ഇതിന്റെ ഒന്നും ആവശ്യമില്ല. ചുമ്മാ ഒരു 2 മരത്തിൽ ഇത് കെട്ടി ചെറിയൊരു സ്പേസ് ഉണ്ടാക്കിയാൽ നമുക്കത് എൻജോയ് ചെയ്യാൻ പറ്റും. ഇതുകൊണ്ടൊക്കെയാണ് ഈ ഗെയിംസ് ഒക്കെ ഇവിടെ കേരളത്തിൽ ഇത്രയും ഏറ്റവും കൂടുതൽ ബാസ്കറ്റ്ബോൾ ടൂർണമെന്റ്സ് ഉള്ള ഒരു സ്റ്റേറ്റ് കേരളം. അതുകൊണ്ടാണ് ബാസ്കറ്റ്ബോള്, വോളിബോൾ ഞാൻ ഈ പറഞ്ഞ പോലെ നമുക്ക് ഒത്തിരി ചെറിയ സ്പേസിൽ നമുക്ക് ഒത്തിരി ഇത് കളിക്കാൻ പറ്റും. പിന്നെ എന്നും കേരളത്തിന്റെ വോളിബോൾ ടീം എന്ന് പറയുന്നത് വൺ ഓഫ് ദി ബെസ്റ്റ് ടീംസ് ഇൻ ഇന്ത്യ ആണ്. അപ്പം അതെന്നും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത് കൊണ്ട് അഡ്വാൻറ്റേജ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കാണുന്നവർക്ക് നമുക്കിപ്പം എപ്പോഴും ഇന്ത്യ ഇപ്പൊ ക്രിക്കറ്റ് എന്തുകൊണ്ട് ആൾക്കാർ ഫോളോ ചെയ്യുന്നു, വേൾഡ് കപ്പിലാണെങ്കിലും ഇതിലും നമ്മൾ ഏറ്റവും മുകളിൽ നിൽക്കുന്നത് കൊണ്ടാണ്. അപ്പം ആ ഒരു അഡ്വാൻറ്റേജ് ആണ് നമുക്കുള്ളത്. അതുകൊണ്ട് ഇതുപോലെ ഇനിയും ഒത്തിരി സ്കൂൾ ടൂർണമെന്റ് സ്കൂൾ ലെവൽ തൊട്ട് ഇത് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഗെയിം ഇനിയും പോപ്പുലർ ആവും. യെസ്, ഡെഫിനറ്റ്ലി. യെസ്, താങ്ക് യു സർ, താങ്ക് യു സോ മച്ച് സർ. ഈ ഒരു ക്വസ്റ്റ്യനോട് റിലേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഇപ്പം നമ്മൾ സംസാരിച്ച ഒരു കാര്യത്തെ പറ്റി തന്നെ അല്ലെങ്കിൽ അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യത്തെ പറ്റി നമ്മൾ അറിയുന്നുണ്ട്. പക്ഷേ പാട്ടുകൾക്ക് ശേഷമാണ് കേട്ടോണ്ടേയിരിക്കും ഇമ്മിണി ബല്ലേറാൾ ഓൺ സർഗ ക്ഷേത്ര 89.6 FM കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. വെൽക്കം ബാക്ക് ടു ഇമ്മിണി ബല്ലേറാൾ ഓൺ സർഗ ക്ഷേത്ര 89.6 FM കാതോരം കരുതലായി കാലത്തിനൊപ്പം അന്നെയാണ് കൂടെയുള്ളത്. അപ്പം നമ്മൾ ഇന്ന് ഇമ്മിണി ബല്ലേറാളിൽ കൊണ്ടുവന്നിരിക്കുന്ന അല്ലെങ്കിൽ ഇന്ന് നമ്മോടൊപ്പം ഇമ്മിണി ബല്ലേറാളിൽ ജോയിൻ ചെയ്തിരിക്കുന്നത് മുൻ ഇന്ത്യൻ ബാസ്കറ്റ്ബോൾ താരവും മുൻ ഇന്ത്യൻ കോച്ചുമായിട്ടുള്ള നമ്മുടെ സ്വന്തം CV സണ്ണി സാറാണ്. സാർ, നമ്മുടെ കേരളം എന്തുകൊണ്ടാണ് വോളിബോൾ അല്ലെങ്കിൽ ബാസ്കറ്റ്ബോൾ എന്നീ സ്പോർട്സിനോട് ഇത്രയും അറ്റാച്ച്ഡ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ ഇത്രയും പ്ലെയേഴ്സ് ഈ ഒരു ഗെയിംസിനുള്ളത് എന്നുള്ളത് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ സാറ് തന്നെയാണ് പറഞ്ഞത് നമ്മുടെ സ്കൂൾ അല്ലെങ്കിൽ കോളേജ് ലെവൽസിൽ തന്നെ നല്ല രീതിയിലുള്ള ലീഗ്സ് ഒക്കെ കണ്ടക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് അല്ലെങ്കിൽ ഈ ഒരു സ്പോർട്ട് കൂടുതലായിട്ട് ഫെമിലിയർ ആവും, പോപ്പുലർ ആവും, നല്ല രീതിയിലുള്ള കാര്യങ്ങൾ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള സ്റ്റെപ്സ് ഈ ഒരു ഗെയിംസിലേക്ക് വരും എന്നുള്ളതൊക്കെ നമ്മൾ സംസാരിച്ചായിരുന്നു അല്ലേ? യെസ് സാർ. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ള ഒരു കാര്യം, ഇപ്പോൾ നമ്മുടെ ഗവൺമെന്റിന്റെ സപ്പോർട്ട് ഈ ഒരു ഗെയിംസിലേക്ക് എത്രത്തോളം ഇനി നമുക്ക് കിട്ടാനുള്ള സാധ്യതകളുണ്ട്? ഇപ്പോൾ നോക്കുകയാണെങ്കിൽ കേരളത്തിലെ പല സ്കൂളുകളിലും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ വെൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കോർട്സ് നമുക്ക് കാണാം. കുറേയധികം ഇൻഡോർ കോർട്സ് നമുക്ക് അവൈലബിൾ ആണ്. സോ ഇനി നെക്സ്റ്റ് ഒരു ലെവലിലേക്ക് അവർ അഡ്വാൻസ്ഡ് ആവണമെങ്കിൽ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് എത്തരത്തിലുള്ള സപ്പോർട്ട് നമുക്ക് പ്രതീക്ഷിക്കാം സാർ? ഗവൺമെന്റിന്റെ തലത്തിൽ നിന്ന് നമുക്ക് ആക്ച്വലി സപ്പോർട്ട് വന്നാൽ മാത്രമേ നമുക്കിത് കൂടുതൽ ഫേർദർ ആയിട്ട് നമുക്കിപ്പോ അടുത്ത നെക്സ്റ്റ് ലെവലിലേക്ക് പോകണമെങ്കിൽ, ഇപ്പൊ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പൊ തമിഴ്നാട്ടില് അവർ തന്നെ ഒരു സ്പോർട്സ് സിറ്റി ഇപ്പൊ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഡെഫിനറ്റ് ആയിട്ടും ഇപ്പൊ കേരള സ്റ്റേറ്റിന്റെ ഇതിൽ നിന്ന് ഒത്തിരി ബാസ്കറ്റ്ബോളിന് ഒത്തിരി ഇൻഡോർ സ്റ്റേഡിയങ്ങളും അതും ഇതുമെല്ലാം വന്നിട്ടുണ്ട്. പക്ഷെ അത് പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് അതിന്റെ കോച്ചസ്, ഇപ്പം എനിക്കറിഞ്ഞ് സ്പോർട്സ് കൗൺസിൽ കോച്ചസ് എന്നൊക്കെ പറഞ്ഞാലും വളരെ കുറച്ച് പേരേ ഉള്ളൂ. ഇനിയും നമ്മൾ ഒത്തിരി കോച്ചസിനെ റിക്രൂട്ട് ചെയ്യണം ഗ്രാസ് റൂട്ട് ലെവലില്. അതെല്ലാം ഗവൺമെന്റ് ഇനീഷ്യേറ്റീവ് എടുത്ത് ഇതുപോലെ നമുക്കുള്ള ഫെസിലിറ്റീസ് എല്ലാം പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പൊ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞാൽ കോട്ടയത്തൊക്കെ ആക്ച്വലി അവിടെ ഒരു നല്ലൊരു ഇൻഡോർ ബാസ്കറ്റ്ബോൾ കോർട്ട് ഉണ്ട്. പക്ഷെ അതൊന്നും എനിക്കറിഞ്ഞത് പ്രോപ്പറായിട്ട് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നില്ല. അതൊക്കെ യൂട്ടിലൈസ് ചെയ്ത് അതുപോലെ എനിക്ക് എത്ര കോർട്ട് ഉണ്ടെന്ന് എനിക്ക് എക്സാക്ട്ലി അറിയത്തില്ല. പക്ഷെ ഇതൊരു എക്സാമ്പിൾ എനിക്ക് അറിയാവുന്നത് ഞാനങ്ങ് പറഞ്ഞതേ ഉള്ളൂ. പിന്നെ സ്കൂൾസിലുള്ള ഗുണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എല്ലാ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചേഴ്സും പിന്നെ ഒരുമാതിരി നല്ല ഇപ്പൊ എന്റെ സ്കൂളിൽ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഞാൻ ബാസ്കറ്റ്ബോളിന് മാത്രം 2 കോച്ചസ് 3 കോച്ചസ് തന്നെ ഉണ്ട്. അവർക്ക് അതിന് മാത്രമായിട്ട് ട്രെയിൻ ചെയ്യിക്കാൻ. അത് സ്പെഷ്യലൈസ്ഡ് ബാസ്കറ്റ്ബോൾ കോച്ചസ് ആണ് ടോക്കിംഗ് അബൌട്ട്. അല്ലാതെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചേഴ്സ് വേറെ ഒരു സ്ഥലത്തും ഞാൻ ഇന്നവരെ കണ്ടിട്ടില്ല ഒരു സ്കൂളിലും ഇത്രയും അധികം ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചേഴ്സ് ഉണ്ടെന്ന്. കാര്യം എനിക്ക് ഓൾമോസ്റ്റ് ഈ കൊച്ചിയിലെ ഒരു സ്കൂളിൽ മാത്രം ഓൾമോസ്റ്റ് 17-18 ഫിസിക്കൽ എഡ്യൂക്കേഷൻ. കാര്യം അത്രമാത്രം ഇമ്പോർട്ടൻസ് ആണ് ഫിസിക്കൽ ട്രെയിനിങ്ങിന് ഈ ഒരു സ്കൂൾ കൊടുക്കുന്നത്. അപ്പം ഇത് സ്കൂൾ കൊടുക്കുന്നത് ഒരു സൈഡ്, പക്ഷെ ഗവൺമെന്റ് ഇതിൽ നിന്ന് ഇതൊരു കമ്പൽസറി ആക്കണം. ഈ സ്പോർട്സും കാര്യങ്ങളും എല്ലാം ഒന്ന് കമ്പൽസറി ആക്കിയാൽ 100% അതുപോലെ ഓരോ നമ്മുടെ ഇതിൽ നിന്നും സെലക്ടഡ് ആയിട്ടുള്ള നമുക്കറിയാം. ഇപ്പം ഒരു സെലക്ഷൻ വെച്ചിട്ട് ഇപ്പൊ ബാസ്കറ്റ്ബോളിൽ ഇപ്പൊ ഒരു കുട്ടിയെ നമുക്ക് കണ്ടാൽ അറിയാം ഫിസിക്കലി എങ്ങനെയുണ്ട്, ബാസ്കറ്റ്ബോളിൽ നമുക്ക് എക്സൽ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള രീതിയിലുള്ള കുട്ടികളെ സെലക്ട് ചെയ്തിട്ട് സ്പോർട്സ് കൗൺസിലിൽ നിന്ന് കോച്ചസിനെ അവർക്ക് അപ്പോയിന്റ് ചെയ്തിട്ട് ഇതുപോലെ ഇൻഡോർ ഫെസിലിറ്റി ഉള്ളിടത്ത് നമ്മൾ ബാസ്കറ്റ്ബോൾ
അല്ലെങ്കിൽ വോളിബോൾ ഇതൊക്കെ നമ്മൾ ട്രെയിൻ ചെയ്യിച്ചു തുടങ്ങിയാൽ ഡെഫിനറ്റ് ആയിട്ടും ആർക്കും കേരളത്തിനെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റിയാൽ നാഷണൽ ലെവലിൽ ഡെഫിനറ്റ്ലി. അത് മാത്രമല്ല അടുത്ത ലെവലിലേക്ക് പോകുമ്പോഴും ഇന്റർനാഷണൽ ലെവലിലും നമുക്ക് തീർച്ചയായിട്ടും എക്സൽ ചെയ്യാൻ പറ്റും. ഓക്കെ സർ, താങ്ക് യു സോ മച്ച്. നമ്മളിനി കുറച്ചൊന്ന് റിലാക്സ്ഡ് ആവാൻ പോവാണ്. സാറിൻ്റെ ഒരു ബ്യൂട്ടിഫുൾ മെമ്മറിയെ പറ്റി അറിയാൻ, അല്ലെങ്കിൽ ഒരു ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസിനെ പറ്റി അറിയാൻ. പക്ഷേ അതെന്താണ് ഏതാണ് എന്നുള്ളതൊക്കെ നമ്മൾ അറിയുന്നുണ്ട്. കേട്ടോണ്ടേയിരിക്കൂ ഇമ്മിണി ബല്ലുരാൾ ഓൺ സർഗിക് ക്ഷേത്ര 89.6 FM കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗിക് ക്ഷേത്ര. വെൽക്കം ബാക്ക് ടു ഇമ്മിണി ബല്ലുരാൾ ഓൺ സർഗിക് ക്ഷേത്ര 89.6 FM കാതോരം കരുതലായി കാലത്തിനൊപ്പം. ഇന്ന് ഇമ്മിണി ബല്ലുരാളിൽ നമുക്ക് കേരളത്തിന് അഭിമാനമായിട്ടുള്ള, കോട്ടയംകാർക്ക് അഭിമാനമായിട്ടുള്ള മുൻ ഇന്ത്യൻ ബാസ്കറ്റ്ബോൾ താരവും മുൻ ഇന്ത്യൻ കോച്ചുമായിട്ടുള്ള നമ്മുടെ സ്വന്തം സണ്ണി സാറാണ് കൂടെയുള്ളത്. CV സണ്ണി സാർ. സാർ, ഇനി എനിക്ക് ചോദിക്കാനുള്ളത്, അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാനുള്ളത്, ആസ് എ പ്ലെയർ അല്ലെങ്കിൽ ആസ് എ കോച്ച് സാറിന് മറക്കാനാവാത്തൊരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഒരു മറക്കാനാവാത്ത മെമ്മറി ഏതായിരിക്കും? അങ്ങനെ പെട്ടെന്ന് ചോദിക്കുകയാണെങ്കിൽ. അങ്ങനെ ചോദിച്ചാൽ ഒന്ന്, അഫ്കോഴ്സ് നമ്മള് ഇന്ത്യൻ ടീമിനെ ലീഡ് ചെയ്യുക എന്ന് പറയുന്നത് അതൊരു ഭയങ്കര മെമ്മറബിൾ ആയിട്ടുള്ള ഒരു ഇതാണ്. അതും ആ ഇന്ത്യൻ ടീം നമ്മൾ ഗോൾഡ് മെഡൽ വിൻ ചെയ്തിട്ട് നമ്മൾ ഇന്ത്യൻ ഫ്ലാഗ് പിടിച്ചുകൊണ്ട് ഇതിന്റെ ആസ് എ ക്യാപ്റ്റൻ നമ്മൾ ആ വിക്ടറി സ്റ്റാൻഡിൽ നിൽക്കുമ്പോൾ ആ ഒരു ഫീലിംഗ്, അതാണ്. ഞാൻ ആ സൗത്ത് ഏഷ്യൻ ഫെഡറേഷൻ ഗെയിംസ് എന്റെ ക്യാപ്റ്റൻസിൽ ഇന്ത്യ വിൻ ചെയ്തപ്പോൾ ആ ഫ്ലാഗ് പിടിച്ചുകൊണ്ട് വിക്ടറി സ്റ്റാൻഡിൽ നിന്ന് അതെന്റെ ഏറ്റവും നല്ലൊരു മൊമെന്റ് ആണ്. ഏറ്റവും ഞാൻ എന്നും ചെറിഷ് ചെയ്യുന്നത്. ബിക്കോസ് ഒന്ന്, ഫസ്റ്റ് തിങ്, നമുക്ക് ഇന്ത്യനെ റെപ്രസെന്റ് ചെയ്യാൻ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നത് തന്നെ വലിയ കാര്യം. അതിൽ ബീങ് ദ ക്യാപ്റ്റൻ ഓഫ് ദ കൺട്രി ആൻഡ് അതും നമ്മൾ ആ ഒരു ഗോൾഡ് മെഡൽ വിൻ ചെയ്തിട്ട് നമ്മൾ ആ വിക്ടറി സ്റ്റാൻഡിൽ നമ്മളത് നിൽക്കുമ്പം അതെന്നെ ഒരു വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ്. അതൊന്ന്. പിന്നെ ഒരിക്കലും എന്റെ ഒരു മനസ്സിൽ കിടക്കുന്ന ഏറ്റവും വലിയ, അതായത് ഗെയിമിനെ പറ്റിയുള്ള ഒരു ഇത് ചോദിച്ചാലും 88 ആണെന്ന് തോന്നുന്നു. ഞങ്ങള് പോലീസ് ഗെയിംസ് MDS സാറായിരുന്നു DGP ആയിട്ടിരുന്നത്. പോലീസ് ഗെയിംസ് ട്രിവാൻഡ്രത്താണ് നടന്നത്. അന്ന് ട്രിവാൻഡ്രത്ത് നടക്കുമ്പോൾ അന്ന് പഞ്ചാബ് പോലീസ് ഭയങ്കര ഗ്രേറ്റ് ടീമാണ്. കേരള പോലീസിനെ കുറിച്ച് ആർക്കും നമുക്ക് അറിയത്ത് പോലില്ല. അപ്പൊ ഞാനും ഒക്കെ പുതിയതായിട്ട് ജോയിൻ ചെയ്തോളൂ. എന്റെ സീനിയർ ഉണ്ടായിരുന്നു അൻവിൻ ജെ ആന്റണി ഫോമർ ഇന്ത്യൻ ടീം ക്യാപ്റ്റൻ ആയിരുന്നു. അപ്പൊ ഞാനും അൻവിനും എല്ലാവരും ഒരുമിച്ച് കളിക്കുന്ന ആ ടീമാണ്. ഓൾമോസ്റ്റ് ഗെയിം വാസ് നെക്ക് ടു നെക്ക്, ഹാർഡ്ലി ഒരു 6 seconds ലെഫ്റ്റ്. അപ്പം അവര് പഞ്ചാബ് പോലീസ് 1 point ലീഡാണ്. അപ്പൊ ഈ 1 point ഇപ്പോഴും സ്റ്റിൽ ഐ റിമെമ്പർ, അൻവിൻ ഒരു ബോള് മൂവ് ചെയ്ത് വന്നിട്ട് അൻവിൻ ഒരു ഷോട്ട് എടുത്തു. അതിങ്ങനെ ബോർഡെ കൊണ്ടത് ആ 1 point ബോൾ വീഴുകയും ഗെയിം തീരുകയും കൂടെയായിരുന്നു. അപ്പം അത് ശരിക്കും പറഞ്ഞാൽ ആദ്യമായിട്ടാണ് കേരള പോലീസ് അന്ന് പോലീസ് ഗെയിംസ് ജയിക്കുന്നത്. അപ്പൊ ആ ഒരു വിക്ടറി ഭയങ്കര ഒരു എന്ന് മനസ്സിലായി നമ്മൾ ഓർക്കുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നും. കാര്യം എന്താ പറഞ്ഞാൽ ആ ലാസ്റ്റ് സെക്കൻഡിൽ അൻവിന്റെ ആ ഒരു ബാസ്കറ്റും അതാ ജയിച്ച ആ ഒരു ഇതൊക്കെയാണ് ചെറിയ ഓർമ്മകളേ ഉള്ളൂ. ഓക്കെ സാർ. അതുപോലെ നമുക്കറിയാം ഈ ഒരു സ്പോർട്ട് അല്ലെങ്കിൽ നമ്മുടെ ലൈഫ്, പ്രൊഫഷണൽ ലൈഫും പേഴ്സണൽ ലൈഫും മാനേജ് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും. എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. പക്ഷേ സാറിനെ സംബന്ധിച്ച് ഈ ടൈം മാനേജ്മെന്റ് ഒക്കെ എങ്ങനെയാണ്? സ്ട്രെസ് മാനേജ്മെന്റും? സത്യത്തില്ല. ഓക്കെ, എന്റെ മാനേജ്മെന്റ് ഒക്കെ ഭയങ്കര മോശമാണ് സത്യത്തിൽ. അല്ല, കാര്യം അങ്ങനെയല്ല. മിക്കവാറും ഇപ്പൊ ഞാൻ പ്രാക്ടീസ് ടൈം, ഇപ്പൊ സംടൈംസ് ഒക്കെ ഞാനിപ്പോ പ്രാക്ടീസിന് പോയിട്ട് എനിക്ക് വേറെ അപ്പോയിന്റ്മെന്റ് ഉണ്ട് ആ സമയത്താണെന്നുണ്ടെങ്കിൽ പോലും സംടൈംസ് ഇത് നിർത്തിയിട്ട് അവിടെ വരാൻ പറ്റാതെയൊക്കെ ഒത്തിരി സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ബൈ ഗോഡ്സ് ഗ്രേസ് ഇതുവരെ അങ്ങനെ വലിയ ഇഷ്യൂ ആകത്തക്ക രീതിയിലൊന്നും പോയിട്ടില്ല. ബട്ട് ഇറ്റ്സ് ഡിഫിക്കൾട്ട് ടൈം മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഒന്നും നമ്മള് പണ്ട് കളിച്ചുകൊണ്ട് നടന്നതുപോലല്ല. ഇന്നിപ്പോ നമ്മൾ കുറച്ചും കൂടെ ഏജ് ആയപ്പോഴത്തേക്ക് നമ്മൾ ഒരു സർട്ടൻ പീരീഡ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് യു ഫീൽ യു ആർ ടയർഡ്. അത് കഴിഞ്ഞിട്ട് ഇത് മാനേജ് ചെയ്യുന്നതും ഇതെല്ലാം. പക്ഷെ അത്രയ്ക്കും സ്കൂളിൽ നിന്നുള്ള സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് ഞാനിപ്പോ എന്റെ പ്രൊഫഷണൽ സ്പോർട്സ് ഡയറക്ടർ സ്കൂളും എന്റെ കോച്ചിങ് ഇതും കൂടെ. പിന്നെ ഏറ്റവും എനിക്ക് ഹെൽപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ എല്ലാ സ്പോർട്ടും അല്ലെങ്കിൽ ഏത് ഗെയിംസിന് എന്ത് പോണെങ്കിലും എന്റെ ചോയ്സ് സ്കൂളിന്റെ ഡയറക്ടർ ഉണ്ട് മിസ്റ്റർ തോമസ്. എനിക്ക് അതുപോലെ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് എനിക്കിത് ഫർദർ ആയിട്ട് പോകാൻ പറ്റുന്നത്. സത്യത്തിൽ നമുക്ക് പുറകിൽ നിന്ന് സപ്പോർട്ട് ഇല്ലെന്നുണ്ടെങ്കിൽ ഇത് ഭയങ്കര ഡിഫിക്കൽട്ടാണ്. ഇത് പ്രൊഫഷണലും ഈ ഗെയിമും ഇതെല്ലാം കൂടെ മാനേജ് ചെയ്ത് വരുമ്പോഴത്തേക്കും നമുക്കൊക്കെ ഇറ്റ്സ് റിയലി ഡിഫിക്കൽട്ട്. ബട്ട് ഒക്കെ ഐ എം ബ്ലെസ്ഡ് ദാറ്റ് ഒക്കെ ഹാവ് എ വണ്ടർഫുൾ ടീം ബിഹൈൻഡ് മീ. അതുപോലെ തന്നെ എന്റെ മുകളിലുള്ളവരാണെന്നുണ്ടെങ്കിലും ഒക്കെ ദേ ആർ ഓൾസോ ഹെൽപ്പിംഗ് മീ എ ലോട്ട്. ഓക്കെ, അപ്പൊ സാർ പറഞ്ഞ പോലെ തന്നെ സാറിന്റെ ആ ഒരു ടീം, ആ ഒരു ഗ്രേറ്റ് സപ്പോർട്ട് ലൈഫ് ലോങ് കൂടെ ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ബ്യൂട്ടിഫുൾ സോങ് വരുന്നുണ്ട്. പാട്ടുകൾക്ക് ശേഷം
നമ്മൾ വീണ്ടും ഇമ്മിണി ബെല്ലൊരാളിലേക്ക് തന്നെ തിരിച്ചെത്തുന്നുണ്ട്. കേട്ടുകൊണ്ടേയിരിക്കൂ സർഗക്ഷേത്ര 89.6 FM, കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. Once again, welcome back to ഇമ്മിണി ബെല്ലൊരാൾ ഓൺ സർഗക്ഷേത്ര 89.6 FM, കാതോരം കരുതലായി കാലത്തിനൊപ്പം. അന്നയാണ് കൂടെയുള്ളത്. അപ്പോൾ ഇന്ന് നമ്മുടെ ഇമ്മിണി ബെല്ലൊരാൾ ഏകദേശം വൈൻഡ് അപ്പ് ചെയ്യാറായിട്ടുണ്ട്. പക്ഷേ ഇന്ന് നമ്മോടൊപ്പം കൂടെ ഉണ്ടായിരുന്നത് നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാവുന്ന, എസ്പെഷ്യലി കോട്ടയം പാലക്കാർക്ക് അഭിമാനിക്കാവുന്ന ഒരു മുൻ ഇന്ത്യൻ ബാസ്കറ്റ്ബോൾ താരത്തെ തന്നെയാണ് നമ്മൾ ഇന്ന് സർഗക്ഷേത്ര 89.6 FM കൊണ്ടുവന്നത്. നമ്മുടെ സ്വന്തം CV സണ്ണി സർ. സാർ, ഇനി എനിക്ക് അറിയാനുള്ളൊരു കാര്യമുണ്ട്. സാറിൻ്റെ ഡ്രീംസ്, നമുക്കറിയാം ഓരോ ഡ്രീംസും അച്ചീവ് ചെയ്യുന്നതോടുകൂടി പുതിയ ഡ്രീംസും കൂടെ തുടങ്ങുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ പുതിയ ഡ്രീംസും നമ്മുടെ മനസ്സുകളിൽ വരുന്നുണ്ടായിരിക്കും. സോ എന്താണ് സാറിന് ഇനി അച്ചീവ് ചെയ്യാനുള്ള ഒരു കാര്യം? എന്റെ അച്ചീവ് ചെയ്യാനുള്ള ഒരു കാര്യം, ഞാനിപ്പോ എന്റെ മനസ്സിലുള്ള ഒരു ഡ്രീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ അക്കാഡമിയാണ്. എന്റെ ഈ അക്കാഡമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇപ്പൊ കാണുന്നത് അതൊരു ഇന്ത്യൻ നാഷണൽ ടീം ആയിക്കോട്ടെ, തമിഴ്നാട് ടീം ആയിക്കോട്ടെ, എല്ലാം ടീമും ഓക്കെ. പക്ഷെ ഫണ്ടമെന്റലി ഈ പ്ലേയേഴ്സ് ഒന്നും ഞാൻ വിശ്വസിക്കുന്നിടത്തോളം അത്രയും സ്ട്രോങ് അല്ല. ഇതിനകത്ത് ഞാനിപ്പോ ഇപ്പൊ സ്റ്റാർട്ടിംഗ് 5 എന്ന് പറഞ്ഞ് ഒരു കമ്പനിയുടെ കൂടെ ചേർന്നിട്ട് RSCയില് റീജിയണൽ സ്പോർട്സ് സെന്ററിൽ ഒരു ഗ്രാസ് റൂട്ട് ലെവൽ പ്രോഗ്രാം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ എന്റെ എല്ലാ അക്കാഡമീസിലും ഗ്രാസ് റൂട്ട് ലെവൽ എനിക്ക് വേണ്ടത് എന്റെ അക്കാഡമീസിൽ നിന്ന് നല്ല സ്റ്റാൻഡേർഡിൽ കളിക്കുന്ന, നല്ല ഫണ്ടമെന്റൽസോട് കൂടിയുള്ള ഒത്തിരി പ്ലേയേഴ്സിനെ പ്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ളതാണ് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം. ഓക്കെ, നൈസ്. അപ്പോൾ സാറിന് എന്തായാലും ആ ഡ്രീം അച്ചീവ് ചെയ്യാനും പറ്റട്ടെ. അതുപോലെ നമുക്കറിയാം നമ്മുടെ ടീം, ഇന്ത്യൻ ടീം ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലെവലിലേക്ക്, ബാസ്കറ്റ് ബോൾ എന്ന് പറയുന്ന പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ CV സണ്ണി സാറിൻ്റെ പേര് നമുക്ക് ഓർമ്മ വരും. അതിനിയും ഒരുപാട് നാൾ നമുക്ക് കേൾക്കാനായിട്ട് പറ്റട്ടെ. അതുപോലെ സാറിൻ്റെ ടീം ഉന്നതങ്ങളിലേക്ക് വരട്ടെ കേട്ടോ, ഏറ്റവും ഹൈറ്റ്സിലേക്ക് വരട്ടെ, നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട് സാർ ഈ ഒരു ടീമിൽ, അല്ലെങ്കിൽ ഈ ഒരു ഇന്റർവ്യൂവിൽ സാർ വന്നതിനും സാറിൻ്റെ ഈ ഒരു ടൈമിനും ഒരുപാട് സന്തോഷം. സാറിൻ്റെ കുറേയധികം വിശേഷങ്ങൾ നമുക്ക് അറിയാനായിട്ട് പറ്റി. അത് വലിയൊരു ഇൻസ്പിറേഷൻ തന്നെയായിരിക്കും ഒരുപാട് സ്പോർട്സ് ലവേഴ്സിന്. താങ്ക് യു സോ മച്ച് ഫോർ ബീയിങ് വിത്ത് us, സർ. Thank you so much. Really appreciate you for us. I enjoyed this interview. Thank you. Thank you so much. അപ്പോൾ എന്തായാലും നമ്മുടെ സർഗക്ഷേത്ര 89.6 FM കിഡിലൻ പരിപാടികൾ ഇനിയും വരുന്നുണ്ട്. കേട്ടുകൊണ്ടേയിരിക്കൂ സർഗക്ഷേത്ര 89.6 FM, കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര.